ഹബക്കൂക്ക് 2:2 2-3 ഒരാൾ വായിക്കാം. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇത് ഏത് ആത്മാവിലാണോ എഴുതിയത്, അതേ ആത്മാവിൽ അടിയന് തിരുവചനം സംസാരിക്കുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ നാവിന്മേൽ അവിടുന്ന് കഴുകി ശുദ്ധീകരിച്ച് പൂർണ്ണമായി അനുഗ്രഹിക്കപ്പെടുവാൻ ജ്ഞാനം, പരിജ്ഞാനം, കൃപ, വചനത്തിൻ്റെ മർമ്മങ്ങൾ, ആഴങ്ങൾ വെളിപ്പെട്ട് വരുവാൻ ദൈവം സഹായിക്കണം. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും, ഈ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ, തിരുവനന്തപുരം പട്ടണത്തിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ, ജനത്തിന് കടന്നു വരാൻ കഴിയാതെ വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ യേശുവിൻ്റെ അധികാരത്തെ ശാസിച്ച് ഭർസിച്ച് മാറ്റുകയാണ്. കർത്താവേ, അവിടെ സംസാരിക്കണം. ആദ്യം മുതൽ അവസാനം വരെയും അധ്യക്ഷനായിരിക്കണം. വചനത്തിൻ്റെ മർമ്മങ്ങൾ, ആഴങ്ങൾ വെളിപ്പെടുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ചെവി കൂടെ കേട്ട് മറു ചെവിയിൽ കളയുന്നവരായിരിക്കാൻ അനുവദിക്കരുത്. ഈ ശബ്ദം കേൾക്കുന്ന മന്ന ടി വിയിലൂടെയും മീഡിയ ടുഡേയിലൂടെയും ചാനലിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ട മന്ന ടി പ്രേക്ഷകർ, മീഡിയ ചാനൽ പ്രേക്ഷകർക്കായി, പ്രത്യേകിച്ചും യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കായി, ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഇരുന്നു മാത്രമല്ല, ലോകമെമ്പാടും ഈ വചനം കേൾക്കുന്ന സകലവർക്കും ഇന്നത്തെ പ്രഭാതം ഏറ്റവും അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അഡ്വാൻസായി പരിശുദ്ധാത്മ പറയുന്നു, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും. അഡ്വാൻസ് ആയിട്ട് പറയുന്നു, നീ നിരാശപ്പെടണ്ട, നീ നിരാശപ്പെടണ്ട. ദൈവം ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ഒന്നുകൂടെ ഉറപ്പിക്കുന്നുണ്ട്. ദൈവം ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ദൈവം ചെയ്യും, ദൈവം ചെയ്യും, ദൈവം ചെയ്യും, ദൈവം ചെയ്യും. കർത്താവേ, അവിടുന്ന് അത്ഭുതത്തിനായി സ്തോത്രം. അടിയെ താഴ്ത്തുന്നു. അവിടുന്ന് അധ്യക്ഷനായിരിക്കണം. ഇത് ഈ ശുശ്രൂഷ അങ്ങ് ചെയ്തെടുക്കണം. അടിയൻ്റെ ബുദ്ധി മണ്ഡലത്തിൽ നിന്നോ മാനുഷ്യമായി ഒന്നും ഒരു വാക്ക് വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമില്ലാത്ത വാക്കുകൾ തൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ വരാതെ ഞാനോ ചെറുതാവട്ടെ, അങ്ങോ വളരട്ടെ. അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ് എൻ്റെ മേൽ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭക്തൻ്റെ മേൽ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ദൈവമാത്മാവ് സംസാരിക്കണം. ഈ വചനം അനേക വിടുതലുകളും അത്ഭുതങ്ങളും ജനത്തിൻ്റെ മാറ്റിമറിക്കുക. 6-ാം മാസം സഭയെ മാറ്റിമറിക്കത്തക്കവണ്ണം ദൈവ പ്രവൃത്തി ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. ആദ്യത്തെ 5 മണിക്ക് ആരാധന തുടക്കം കുറിച്ചിരിക്കുമ്പോൾ ഇതാ വചനം ദർശനത്തിന് അവധി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേൽ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളെ ഞാൻ ശാസിച്ച് ഭർസിച്ച് മാറ്റുന്നു. ആലും നിറഞ്ഞ് കവിയണം, ആത്മാ നിറയണം. സകലവരും ഈ വചനം കേൾക്കുന്ന ലോകമെമ്പാടും സകലവരെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ചും ചാനലിന് മന്ന ടി വി നടത്തുന്ന ഡയറക്ടറിനായി സ്തോത്രം. ഇതിനുവേണ്ടി കർത്താവെ, ഈ കൃത്യമായി ഇത് എത്തിക്കുവാൻ ദൈവം ചാനൽ അതിന് ഡയറക്ടറിനായി സ്തോത്രം. ദൈവം സഹായിക്കണം. മീഡിയ ടുഡേയിലെ ഡയറക്ടറെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ചാനൽ ഉടമസ്ഥനെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സുവിശേഷം ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ചാനലിൻ്റെ ഉടമസ്ഥനെയും അവരുടെ കുടുംബത്തെയും, പ്രത്യേകിച്ചും അതിൽ വർക്ക് ചെയ്യുന്ന അതേമേ ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ അതിലുള്ള മറ്റുള്ള സകലവരെയും, ഇതിൻ്റെ ഓരോ കൈകാര്യം ചെയ്യുന്നവർ, സകല മേഖലയെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന സകല ഉദ്യോഗസ്ഥന്മാരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സകലമേൽ സഹായിക്കുന്ന ചാനൽ പ്രവർത്തിക്കുന്ന സകല പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. മീഡിയയിലെ ശരത്തിനായി പ്രാർത്ഥിക്കുകയാണ്. ഇതിനു വേണ്ടി സഹായിച്ചു കൊണ്ടിരിക്കുന്ന മീഡിയയിലെ ശരത്തിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ അനുഗ്രഹിക്കണം. തൻ്റെ മകനിലൂടെ ദൈവമേ ചാനലിലൂടെ കടന്നു പോകുന്നു. ദൈവമകനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ദൈവമേ ഡയറക്ടറെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്.
മന്ന ടി വിയിലെ ഡയറക്ടറും കുടുംബത്തെയും അതുപോലെ തന്നെ കൂടെ പ്രവർത്തിക്കുന്ന സകല സഹോദരങ്ങളെയും സഹോദരിമാരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ മേൽ ദൈവ കൃപ പകരുന്നതിനായ സ്തോത്രം. എല്ലാ മുഴുമഹത്വവും ദൈവനാമത്തിൽ കൊടുക്കുന്നു, യേശുവിൻ നാമത്തന്നെ ആമേൻ. ഹല്ലേലൂയ. ഒരു നല്ലൊരു കരമടിച്ച ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കാമോ? നല്ലൊരു കരമടി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇവിടെ വായിച്ചത് ഹബക്കൂക്ക് പുസ്തകത്തിൽ നിന്നും 2:2 വായിച്ചത്. വായിച്ചോ? യഹോവ എന്നോട് ഉത്തരം അരുളിയത് നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. എഴുതുക എന്നാൽ ദർശനം എന്നാൽ ഹബക്കൂക്ക് പ്രവാചകനിലൂടെ ഇത് സംഭവം 1 വായിക്കുന്നു. 2:1 ഞാൻ കൊത്തളത്തിൽ, പ്രവാചകൻ എവിടെയാണ് ഇരുന്നത്? ഞാൻ കൊത്തളത്തിൽ നിന്നും കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് അരുളി ചെയ്തത് എന്ന് എൻ്റെ ആലയത്തെ സംബന്ധിച്ച് എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടതെന്ന് കാണേണ്ടതിനെ ദൃഷ്ടി വയ്ക്കുക. അല്ലേ? ദൈവം തൻ്റെ പ്രവാചകനിലൂടെ സ്വർഗം അറിയിക്കുന്ന ദൈവം ചെയ്യാൻ പോകുന്ന കാര്യത്തെ അത് പറഞ്ഞു തരിക മാത്രമല്ല ചെയ്യുന്നത്, അത് എഴുതിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇന്നൊരു കാര്യം, ദൈവം പറയുന്ന കാര്യം നിങ്ങൾ അത് ദൃഷ്ടി വയ്ക്കുക മാത്രമല്ല എഴുതി വയ്ക്കണം. ചിലപ്പോൾ നമ്മൾ മറന്നു പോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. മറവിക്ക് ഒരുപാട് കാര്യമുണ്ട്. ഇപ്പോൾ ദൈവം പറയുന്നൊരു കാര്യം മറന്നു പോകാതിരിക്കുവാനാണ് എഴുതുന്ന. സ്കൂളിൽ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ സ്കൂളിൽ വിടുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ വെറുതെ എടുത്ത് ബാഗ് കൊടുത്ത് വിടുമോ? ഇല്ല. നോട്ട് ബുക്ക് കൊടുത്തുവിടും, പുസ്തകം കൊടുത്തുവിടും. പുസ്തകം മാത്രം കൊടുത്താൽ പോരെ? ഇല്ല, പുസ്തകം മാത്രം എടുത്ത് കൊടുത്താൽ പോരാ, നോട്ട് ബുക്കും കൊടുത്തുവിടും. പഠിച്ചാൽ മാത്രം പോരാ, എഴുതുകയും വേണം. അതുകൊണ്ടാണ് സ്കൂളിൽ അപ്പോൾ ഇത്രയും ബുക്ക് കുഞ്ഞുങ്ങളെ വാരി കെട്ടിച്ചവന്ന് പാവം കുഞ്ഞുങ്ങൾ രാവിലെ കൊണ്ടുപോകാൻ പറയും. അവർക്ക് തന്നെ ഒരു പിടിയില്ല, അല്ലേ? ചില കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു കൃത്യമായിട്ട് ഓരോന്നിനും ഓരോ ബുക്കുണ്ട്. അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യം കൃത്യമായിട്ട് എഴുതി വയ്ക്കണം, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അതുകൊണ്ടാണ് അമ്മയുടെ പറയുന്നത് തിരുവചനം, ഞാൻ എന്തുത്തരം പറയേണ്ടതെന്ന് കാണേണ്ടതിന് നീ ദൃഷ്ടി വയ്ക്കുക. യഹോവ എന്നോട് ഉത്തരം അരുളിയത് നീ ദർശനം എഴുതുക, ഓടിച്ച് വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. എന്നാൽ 3-ാം വാക്യം വായിച്ചേ. 3 ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. ആമേൻ. താമസിക്കില്ല. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ദൈവം നിന്നെക്കുറിച്ച് ഒരു ദർശനം, ദൈവം നിന്നെക്കുറിച്ച് കാര്യം പറയുന്നത്, നിന്നെക്കുറിച്ച് അരുളപ്പാട്, ഒരു ദൂത്, ഒരു വെളിപ്പാട് പറയുന്നു. നിന്നെക്കുറിച്ച് പറയുന്നത് പറഞ്ഞ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ സംഭവിക്കും. ദൈവം ഒരു കാര്യം നിന്നെക്കുറിച്ചോ എന്നോടോ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. വിശ്വസിക്കുന്നവർ ശക്തിയോടെ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ നടക്കൂലയോ? നടക്കും. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. നിങ്ങൾക്കൊരു കാര്യം ദൈവം പറയുകയാണ്, അത് ഏത് മാസമെന്നല്ല, ദിവസമെന്നല്ല, വർഷമെന്നല്ല. നിങ്ങളടുത്ത് പറഞ്ഞൊരു കാര്യം നിങ്ങൾ മറന്നുപോയി, പക്ഷെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതുന്ന സഹോദരിമാരുണ്ട്. നമ്മൾ അസിസ്റ്റൻ്റ് പാസ്റ്ററിനെ കൃത്യമായിട്ട് എഴുതി വയ്ക്കും. കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതി വയ്ക്കും. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേർ എഴുതി വയ്ക്കും, അല്ലേ? കേൾക്കുന്ന ദൂത്, ദൈവ ശബ്ദം എഴുതി വയ്ക്കും. പക്ഷെ അത് സമാപ്തിയിലേക്ക്,
സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്ന ഒരു ബന്ധപ്പെടൽ കാണുന്നുണ്ട്. ഒരു ആമേ അതിൻ്റെ മേൽ കടന്നു വരുവാൻ ബന്ധപ്പെടാൻ കാര്യം എന്താണ്? ബന്ധപ്പെടുന്നത് അനുഗ്രഹമുള്ളത് കൊണ്ടാണ്. കുഞ്ഞേ, ഒരു ബന്ധപ്പാടുണ്ടെങ്കിൽ, ഒരു കഷ്ടപ്പാടുണ്ടെങ്കിൽ, അതൊരു വിടുതലിന് വേണ്ടി. നിനക്കൊരു കഷ്ടപ്പാടുണ്ടെങ്കിൽ, ഒരു ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ, ബന്ധപ്പെടുകയാണ്, അത് കടന്നു വരും. ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കണം, അതിൻ്റെ മേൽ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്. നമുക്കൊരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുക. രാവിലെ തുടക്കം അനുഗ്രഹം. നമുക്കൊരു അനുഗ്രഹം കിട്ടുമെന്ന് പറയുമ്പോൾ, നമുക്കൊരു അനുഗ്രഹം, ഒരു വാക്തത്വം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു നന്മ നമുക്ക് തരാൻ പോകണമെന്ന് പറഞ്ഞാൽ ദൈവം ചുമ്മാ എടുത്ത് തരത്തില്ല. ദൈവം തരുന്ന അനുഗ്രഹം, ദൈവം കൊടുക്കുന്ന ദൈവത്തിന് ദൈവം ഇപ്പോൾ എനിക്കിപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഒരു സഹോദരന് ഒരു നന്മ കൊടുക്കണമെന്ന് വെച്ചോ, ഇത് കൊടുക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച്, അപ്പോൾ ഇത് കൊടുക്കുന്ന വ്യക്തി പറയും, ഇതിപ്പോൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ, പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്താണ്, വിലയില്ലാതായി പോകും. അതിന് അത്ര വിലയെ കൊടുക്കത്തുള്ളൂ. പക്ഷേ അതിൻ്റെ പ്രാധാന്യം അത്തി നിൽക്കുമ്പോൾ, നമ്മളിപ്പോൾ വീടൊക്കെ വയ്ക്കണമെന്ന് വെച്ചോ, ഇപ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾ വീട് വയ്ക്കുകയാണ്, ഒരു പെട്ടെന്നൊരു 10,000 എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പറയും, ഉടനെ ഓടിച്ചെന്ന്, വീടൊന്നും ആയില്ല, ആ 10,000 പെട്ടെന്ന് കൊണ്ടുവന്ന് ടെയിലിന് അഡ്വാൻസ് കൊടുക്കും. ഇപ്പം 10,000 രൂപ അഡ്വാൻസ്, വീടൊന്നും ആയില്ല, വാർത്തയില്ല, ഒന്നും ചെയ്തില്ല, 10,000 അല്ലെങ്കിൽ 50,000 രൂപ കിട്ടുകയാണ്. അപ്പോൾ ഈ പുള്ളി എന്ത് ചെയ്യുന്നു പറയുമ്പോൾ, 50,000 എടുത്ത് കൊണ്ടുവന്ന് 50,000 കൊടുത്തെന്ന് വെച്ചാൽ, അപ്പോൾ 10,000 അല്ല 50,000 കൊടുത്ത് പെട്ടെന്ന് ഇവിടെ വാർത്തയില്ല, ഒന്നും ചെയ്തില്ല, ഓടിച്ചെന്ന് എന്ത് ചെയ്യും, ഈ 50,000 കൊടുത്ത് ടെയിലിന് അഡ്വാൻസ് കൊടുക്കുകയാണ്. പക്ഷേ എല്ലാം കെട്ടിക്കഴിഞ്ഞ് തട്ടടിക്കണ സമയത്ത്, കൊടുക്കണ സമയത്ത് നിന്നിരുന്നെങ്കിൽ, അതാ സമയമാകുമ്പോൾ ആ ടൈമിന്, ഓരോന്നിനും ഓരോ ടൈമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓരോ കാര്യത്തിനും ഇപ്പോൾ നമ്മൾ പേസ്മെൻറ്റ് തൊട്ട് പൂശി സകല വർക്കിനും ഓരോ സമയത്ത് ഓരോ അനുഗ്രഹമുണ്ട്. അപ്പോൾ ഘട്ടമായിട്ടാണ് ദൈവം അനുഗ്രഹങ്ങൾ തരുന്നത്. ഏത് സമയത്താണ് നമുക്കിപ്പം കോൺക്രീറ്റ് സമയത്ത് കോൺക്രീറ്റ് നടക്കണം, ടെയിൽ എടുത്തുകൊണ്ട് വെച്ച് നടക്കാൻ പറ്റുമോ? അപ്പോൾ 50,000 രൂപ കൊണ്ട് ടെയിലിന് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വാർക്കണ്ടേ? അപ്പോൾ അതാണ് പക്വത. നമുക്ക് സമയത്തിൻ്റെ പ്രാധാന്യമുണ്ട്. നിങ്ങൾ നിൽക്കുന്ന സമയം, ആ ടൈമിൽ നിങ്ങൾ നിന്ന് വേർക്കൂലേ? നിങ്ങൾക്ക് അടുത്ത ഒരു സ്റ്റെപ്പ് പോലും വെക്കാതെ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ മേൽ, അതാണ് ഒരു നന്മയുടെ അടുത്ത അനുഗ്രഹത്തിലേക്ക് നിങ്ങളുടെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ്. നിങ്ങളെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ കാര്യം കഴിഞ്ഞിട്ട് ഒരു വഴിക്ക് വേണ്ടി നിൽക്കുമ്പോൾ അടുത്തെന്താണ്, അതിന് വലിയ അങ്ങനെ പെട്ടെന്ന് കിട്ടാതെ വൈകി വരുമ്പോൾ അതിന് ഭയങ്കര പ്രാധാന്യമാണ്. പെട്ടെന്ന് കിട്ടാതെ വൈകി വരുന്നതിന് അനുഗ്രഹമാണ്. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ, ആമേ, ഹല്ലേലൂയ. പെട്ടെന്ന് കിട്ടുന്ന അനുഗ്രഹത്തിനെക്കാട്ടിലും വൈകി വരുന്ന അനുഗ്രഹത്തിന് ആമേ വലിയ അനുഗ്രഹം ഉണ്ടെന്ന് ഞാൻ വിളിച്ച് പറയുന്നുണ്ട്. പെട്ടെന്നൊരു അനുഗ്രഹം കിട്ടിയാൽ, നിങ്ങൾ എന്ത് ചെയ്യും? അത് നിസ്സാരമായിട്ട് കാണും. ഒരു പെട്ടെന്നൊരു നന്മ കിട്ടിയാൽ അതിന് നിസ്സാരമായിട്ട് കാണും. പക്ഷെ മറ്റൊരു പെട്ടെന്ന് കിട്ടാതെ അത് വൈകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കും, കൂടുതൽ ഉപവസിക്കും, കൂടുതൽ എന്ത് ചെയ്യും? ദൈവത്തോടിരിക്കും. കർത്താവേ സ്തോത്ര അപ്പച്ച ഹല്ലേലൂയ, ഞാൻ ഉപവസിക്കാം കർത്താവേ, പെട്ടെന്ന് എനിക്ക് അപ്പച്ച ഹല്ലേലൂയ. അപ്പോൾ ഈ പക്വതയുണ്ട്. ദൈവത്തിന് ഒരു അനുഗ്രഹം തരുന്നുമ്പേ നിനക്കും എനിക്കൊരു പക്വത വേണം. ആമേ, പക്വത ഉള്ളവന് കാര്യാദികൾ നോക്കുവാൻ കഴിവുള്ളവൻ്റെ കയ്യിൽ മാത്രമേ ദൈവം അനുഗ്രഹം കൊടുക്കത്തുള്ളൂ. അനുഗ്രഹം എല്ലാവരുടെ കയ്യിലും കൊടുക്കും. ദൈവം എല്ലാവർക്കും അനുഗ്രഹം ഒരുപോലെ വിളമ്പുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് വിളമ്പും. പക്ഷേ ഈ വിളമ്പാതിരിക്കുമ്പോൾ എല്ലാവരും ഭക്ഷണശാല ഇരിക്കുന്നുണ്ട്. നിങ്ങൾ കല്യാണ വീട്ടിൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഈ കഴിക്കാതിരിക്കും എല്ലാവരും ഒരുപോലെ ഇരുത്തും. വിളമ്പുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ 12 ഐറ്റം വിളമ്പുന്നത്. പക്ഷേ കഴിക്കുന്നത് പല രീതിയിലാണ്, അല്ലേ? കുറച്ച് ഇലയിൽ വെച്ചേക്കും, ചിലർ ഇല തുടച്ചെടുക്കും, നല്ല വാഴിച്ച് നല്ല ക്ലിയറാക്കി എടുക്കും. ചിലർ ഉപ്പേരിയും ചപ്പേരിയൊക്കെ അവിടെ ഇരിക്കുകയുള്ളൂ, പഴമൊക്കെ ഉടച്ചിരിക്കും. എല്ലാവരും ഒരുപോലെ കഴിക്കുമോ? കഴിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ട്? എല്ലാവരും ഇപ്പം വിളമ്പിയത് ഒരുപോലെയല്ലേ? എന്തുകൊണ്ട് ഒരുപോലെ കഴിക്കാത്തത്? എല്ലാവരും ഒരുമിച്ചല്ലേ കയറ്റിയത്? എന്താ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാത്തത്? ഒരുമിച്ചിരുന്ന് കഴിച്ചത് വ്യത്യസ്തമാണ്. നിങ്ങൾ കഴിച്ചിട്ട് പോകുമ്പോൾ ഇല ഒന്ന് നോക്കിയിട്ട് പോകണം. അതിനകത്ത് പല ഐറ്റങ്ങൾ ഇരിപ്പുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ വിചാരിക്കും എന്നാലും കളഞ്ഞിട്ട് പോയല്ല.
കഴിക്കുന്നവർ പറയും. അതാ, ഈ വിശപ്പുള്ളപ്പോൾ വിളമ്പി കൊടുത്ത നല്ല പോലെ കഴിക്കും. അല്ലേ? വിശപ്പുള്ള സമയത്ത് വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും പറയും, ഇനിയും വരട്ടെ എന്ന് പറയും. അതാ, ദൈവം ഒരു അനുഗ്രഹം തരുമ്പോൾ, ദൈവം നമുക്ക് നോക്കും, ഒരു നന്മ നമുക്ക് തരുമ്പോൾ ദൈവം തൂക്കി നോക്കി അനുഗ്രഹം. എത്രയോ അനുഗ്രഹത്തെ വെറുതെ കളയാറുണ്ട്, ആലസ്യമായി കളയാറുണ്ട്. അതാണ് വൈകുന്നത്. വൈകാൻ കാര്യം നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ പക്വത വരാൻ വേണ്ടിയാണ്. ആത്മാവിനോട് പറയുന്ന കുറച്ചുകൂടെ പ്രാപ്തി വരണം, കുറച്ചുകൂടെ നിങ്ങൾക്ക് ബലം വരണം. എന്താണ്? കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് എന്താണ്? അതിനുള്ള ബലം വേണം, അതിനുള്ള എന്താണ്? അതിനുള്ള പ്രാപ്തി വേണം. ആ പ്രാപ്തിക്ക് വേണ്ടി നിങ്ങൾ ശക്തിപ്പെടണം. എങ്ങനെയാണ്? ദൈവസന്നിധി നിങ്ങൾ ദൈവമക്കളെ നിങ്ങൾ ബലപ്പെട്ടുകൊണ്ടിരിക്കണം. ദൈവം നിനക്കൊരു നന്മ തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിസ്സാരമായിട്ട് കാണാതെ, ഇന്ന് ആർക്കെങ്കിലും ചാനലിലൂടെയും മന്ന TV മീഡിയയിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ, നിനക്കൊരു നന്മ കിട്ടുമെന്നൊരു ദൈവദാസനൊരു ദൂത് പറഞ്ഞാൽ, ഇത് കേട്ട് പറഞ്ഞാൽ, നാമേ ഇന്നല്ല, ഇത് പറഞ്ഞിട്ട് വർഷങ്ങളോളമായി നീ മറന്നു, സ്വർഗം മറന്നിട്ടില്ല, നീ മറന്നുപോയി. പക്ഷെ പറഞ്ഞ ദൈവം മറക്കത്തില്ല. ദൈവം വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്ത ദൈവമാണ്. പക്ഷെ മനുഷ്യരെല്ലാവരും വാക്ക് മാറ്റും. പക്ഷെ ദൈവം മാത്രം ഇന്ന് വാക്ക് മാറ്റി പിടിക്കാത്ത ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, കർത്താവ് യേശു ക്രിസ്തുവാണ്. അവസരത്തിനനുസരിച്ച് നമ്മുടെ ദൈവം ഓരോ വ്യക്തികളുടെയും അവസരത്തിനല്ല, ദൈവം ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്യും. ഇന്ന് മഴ, ഇന്നെന്താണ്, ചൂടാണോ തണുപ്പാണോ എന്താണോ, അതെല്ലാം ദൈവം ചെയ്തിരിക്കും. നമ്മുടെ അളവനുസരിച്ച് അപ്പുറമായി ദൈവം ചെയ്യും. ദൈവം തരും. ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും, ഒരു നന്മ കിട്ടും, നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷയോടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ, ആമേ, ഇന്ന് പ്രതീക്ഷയോടെ എനിക്കിന്നൊരു അനുഗ്രഹം കിട്ടും. ഇന്ന് രാവിലെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ഈ ശബ്ദം കേൾക്കുക, പറ, ഇന്നെൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന, എവിടെയെങ്കിലും കർത്താവേ മങ്ങലേറ്റ് കിടക്കുന്ന വിഷയത്തിൻ്റെ മേൽ, മങ്ങലേറ്റ് കിടക്കുന്ന നിൻ്റെ കുടുംബത്തിനകത്ത് ആത്മ പറയും, നിൻ്റെ കുടുംബത്തിനകത്തുനിന്നൊരു നന്മ വരുന്നുണ്ട്, നിൻ്റെ കുടുംബത്തിനകത്തുനിന്നൊരു നന്മ വരുന്നുണ്ട്. ആത്മ പറയുന്നു, നിൻ്റെ കുടുംബത്തിനകത്ത്, ഇതിനകത്തിരിക്കുന്ന വ്യക്തിയോട് പരിശുദ്ധ പറയുന്നു, ഇത് കേൾക്കുന്നവരോട് പറയുന്നു, ഒരു നന്മ നിൻ്റെ കുടുംബത്തിനകത്തുനിന്ന് വരുന്നുണ്ട്. ചിലവർക്ക് കുടുംബത്തിനകത്തെന്ന് വരുമ്പോൾ, ചിലവർക്ക് കുടുംബത്തിനകത്തുനിന്നല്ല പുറത്തുനിന്നാണ് വരാൻ പോകുന്നത്. എല്ലാവർക്കും കുടുംബത്തിനകത്തുനിന്ന് വരത്തില്ല, ചിലർക്ക് പുറത്തുനിന്ന്. നമ്മളറിയാതെ, നമുക്കൊന്നും അറിഞ്ഞൂടാ, നമുക്കറിഞ്ഞൂടാ, നമ്മളറിയാതെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മളറിയാതെ നമ്മുടെ അനുഗ്രഹം സാമ്പത്തികമാണെങ്കിൽ എവിടെ വരും? അക്കൗണ്ടിൽ വരും. സാമ്പത്തികമാണെങ്കിൽ അക്കൗണ്ടിൽ വരും, വസ്തുവാണെങ്കിൽ പ്രമാണമായിട്ട് വരും. ആമേ, ഹല്ലേലൂയ. വസ്തുവാണെങ്കിൽ പ്രമാണമായിട്ട് വരും. അനുഗ്രഹത്തെ ദൈവം തരുവാൻ, ഒരു നന്മ തരുവാൻ വേണ്ടി നിങ്ങൾ ഈ 2024 ദൈവം തരുമെന്ന് പറഞ്ഞ ദർശനം കിട്ടാൻ പോകുകയാണ്. രാമേ, ഈ വർഷത്തെ ദൂത് യേശയ്യാവ് 9 യേശയ്യാവ് 9:3 വാക്യത്തിൽ വന്നു, നീ വാർത്തിച്ചില്ല, അത് വാർത്തിക്കുകയും അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാർ സന്തോഷം പോലെ കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കും പോലെയാകുന്നു. നമ്മുടെ വാക്തത്വ വചനം ഒന്ന് വായിച്ചേ, തട്ടി ഉണർത്തി. ഈ വർഷത്തെ വാക്തത്വ വചനം ഒന്ന് വായിച്ചേ. എന്തായിരുന്നു? യേശയ്യാവ് 9:3. വായിച്ചോ. കാണാൻ പറഞ്ഞു, നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുമ്പോൾ അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിന്റെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്ന പോലെയാവുന്നു. 6 മാസം വരെ ദർശനത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 മാസത്തിൽ ദൈവം തുടങ്ങി, 1-ാം മാസത്തിൽ തുടങ്ങിയതാ അല്ലെ? 1-ാം മാസത്തിൽ ദൈവം സംസാരിച്ച വചനമാണ്. ഇന്ന് അത് കയ്യിൽ വരാൻ പോവുകയാണ്. ഒരു കൊള്ള, നിങ്ങൾക്കൊരു കൊള്ള എന്ന പ്രവാഹത്തിലേക്ക് തരുവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹം, ദൈവമക്കളെ, ഒരു കൊള്ള നിങ്ങൾക്ക് ദൈവം, ഒരു നന്മ ദൈവം തരാൻ പോവുകയാണ്. ഈ വചനം കേൾക്കുന്നവരെ നിങ്ങൾക്കൊരു നന്മ ദൈവം ഉറപ്പായിട്ട് തരും. എനിക്കൊരു അനുഗ്രഹം കിട്ടും. ദൈവം ഒരു അനുഗ്രഹം തരുമ്പോൾ നമ്മൾ അനുഗ്രഹം പ്രാർത്ഥിച്ചു വാങ്ങിക്കണം, ഉപവസിച്ചു വാങ്ങിക്കണം, കരഞ്ഞു വാങ്ങിക്കണം. തട്ടിപ്പറിക്കാൻ പറ്റൂല. ദൈവത്തിൽ നിന്ന് ഒരിക്കലും തട്ടിപ്പറിക്കാൻ പറ്റൂല. ദൈവത്തിൽ നിന്ന് തട്ടിപ്പറിക്കാൻ മോഷ്ടിക്കാൻ പറ്റൂല. നമുക്ക് മനുഷ്യൻ്റെ നിന്ന് മോഷ്ടിക്കാം,
അല്ലേ? മറ്റുള്ളൊന്നും മോട്ടിക്കാം, പക്ഷെ കർത്താവ് യേശു ക്രിസ്തുവിൽ മോട്ടിക്കാൻ പറ്റൂല. നിനക്ക് മനസ്സറിഞ്ഞ് തരുന്നതാണ് നമ്മുടെ ദൈവം. അനുഗ്രഹം ആർക്ക് തട്ടിപ്പറിക്കാൻ പറ്റൂല. അതുകൊണ്ട് മനുഷ്യനിൽ നിന്ന് മനുഷ്യനെ തട്ടിപ്പറിക്കാം, മോട്ടിക്കാം. ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അയ്യോ ഒരു സഹോദരി നടന്നു പോയപ്പോൾ ഒരു മാല വലിച്ചു പിടിച്ച്, ഞാൻ ടി വിയിൽ കണ്ടതാണ്, കണ്ണുകൊണ്ട് വലിച്ചു പിടിച്ച് ആ സഹോദരി മാലയെ കൊണ്ടുപോയി. സർക്കസ് പോകും പോലെ വിട്ടില്ല. ആ മാലയെ പിടിച്ച് വലിച്ചു ഒറ്റ പോക്ക് വലിച്ചുകൊണ്ട് അവനെ പിടിച്ച് ബൈക്കിൽ താഴെ തള്ളിയിട്ട് അവിടെ ഇട്ട് ചവിട്ടി. എല്ലാവരും കൂടെ കൂടി, എൻ്റെ നന്മ നീ കൊണ്ടുപോകരുത്. ഇത് ഞങ്ങൾക്കറിയാം, ഇതൊക്കെ ഞങ്ങൾ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ബാക്കിലെ കള്ളന്മാരുണ്ടെന്ന്. അപ്പോൾ ഇത്തിരി ശക്തി ബലം കൂടെ പ്രാപിച്ചിട്ടാണ് പോകാൻ. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇത് ശക്തി കൂടെ പ്രാപിച്ചോളണം. കാര്യം തന്നെ ഇത് പിടിച്ച് പൊട്ടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ നിന്ന് കരയരുത്, പോയേ 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 എന്ന് വിളിക്കരുത്. അവൻ്റെ കൂടെ വിത്ത് തറ വീഴുന്ന നല്ലപോലെ ഉരഞ്ഞ് ലക്ഷങ്ങളായിരിക്കും. ആ ലക്ഷങ്ങൾ നിലവിൽ ഒരു സർക്കസുകാരന്മാർ ഒരു മീന് വെള്ളത്തിൽ കൂടെ പാഞ്ഞു വരുന്ന പോലെ അവനെ ബൈക്കിൽ നിന്ന് വലിച്ച് തള്ളി കിട്ടണമെങ്കിൽ ആ സഹോദരിക്ക് എന്തുമാത്രം ശക്തി ഉണ്ടായിരിക്കണം. കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ് തട്ടിപ്പറിക്കുവാൻ. നിങ്ങളുടെ നന്മയെ ശത്രു തട്ടിപ്പറിക്കാൻ നോക്കുമ്പോൾ അമ്മയെ തട്ടിപ്പറിക്കുന്നതല്ല അനുഗ്രഹം. അനുഗ്രഹം എന്ന് പറയുന്നത് തട്ടിപ്പറിക്കുന്നതല്ല, ദൈവം തരുന്നതാണ് നമ്മുടെ അനുഗ്രഹം. ദൈവം മനസ്സറിഞ്ഞ് എനിക്കൊരു അനുഗ്രഹം തരുന്നുണ്ട്, മനസ്സറിഞ്ഞ് തരുന്നതാണ് എൻ്റെ അനുഗ്രഹം. എൻ്റെ അപ്പൻ എന്നെ മനസ്സറിഞ്ഞ് എന്നെ അനുഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നതാണ് അനുഗ്രഹമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് നിലനിൽക്കും ദൈവമക്കളെ. അതെന്ത് ചെയ്യും? അത് നിലനിൽക്കും, നഷ്ടപ്പെടത്തില്ല. അതാണ് ദൈവം തരുന്ന അനുഗ്രഹം, അത് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് വാങ്ങുന്നതിന് മുമ്പേ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിനറിയാം തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന അനുഗ്രഹം നഷ്ടപ്പെടാൻ പാടില്ല. ഇന്ന് പറയുന്നു, വാങ്ങുന്നവർ മനസ്സിലാക്കണം, ഞാൻ ദൈവം തരുന്ന അനുഗ്രഹം നഷ്ടപ്പെടത്തില്ല. കാര്യം എന്താണ്? എൻ്റെ ദൈവം നഷ്ടപ്പെടുത്താനല്ല നിനക്ക് തരുന്നത്, അതിൽ നിന്നും ദൈവത്തിൽ നിന്നുള്ള ദൈവനാമ മഹത്വപ്പെടുവാനാ. ഹല്ലേലൂയ. അതാ ദർശനത്തിന് ഒരവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നുണ്ട്. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിന് കാത്തിരിക്കണം. നീ കാത്തിരിക്കണം. ഒരു കാത്തിരിപ്പിനെ വിളിച്ചു പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാത്തിരിപ്പ് ക്ഷമയോടെ ഇരിക്കുന്നതിന് മാത്രമേ എടുക്കാൻ പറ്റൂ. ക്ഷമയോടെ ഇരിക്കണം. ദൈവസന്നിധിയിൽ ക്ഷമയോടെ എങ്ങനെ? പ്രാർത്ഥനയോടെ ഇരിക്കണം. നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളാണ്. നമുക്കറിയാം, നമ്മൾ ജീവിക്കാൻ തന്നെ ഭയങ്കര കഷ്ടതയും പ്രയാസമാണ്. ഒരു ദിവസം തന്നെ എന്നെ സംബന്ധിച്ചാൽ പലവരും അങ്ങനെ തന്നെ, ലോകത്തെല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിൻ്റെ രീതിയിലാണ് രാവിലെയൊക്കെ ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ തിരുവനന്തപുരത്ത് താമസിക്കുന്ന, ഇപ്പോൾ നമുക്കിവിടെ പട്ടത്തൽ മുറിഞ്ഞവാൽ താമസിക്കുന്ന ഒരു സഹോദരിക്ക് ജോലി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ? അങ്ങ് കണ്ണൂരായിരിക്കും, അല്ലെങ്കിൽ കൊല്ലത്തായിരിക്കും. ഇപ്പോൾ കൊല്ലത്തുള്ള ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ അവർ എന്തുമാത്രം ബുദ്ധിമുട്ടെന്നറിയാമോ? 4 മണിക്ക് എഴുതിക്കുമല്ലേ, എഴുതിച്ച് കറക്റ്റ് ചെയ്ത് കുഞ്ഞുങ്ങളെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫുഡിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് അവർ ഓടും, ബന്ധപ്പെടും. അനുഗ്രഹത്തിന് വേണ്ടി 30 ദിവസം ജോലി ചെയ്താൽ മാത്രമേ ശമ്പളം കയ്യിൽ വരുള്ളൂ. 30 ദിവസം, ഒരു മാസം ജോലി ചെയ്താൽ മാത്രമേ ശമ്പളം കയ്യിൽ വരൂ. പക്ഷേ അനുഗ്രഹത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നീ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ കാത്തിരിക്കുവാൻ ദൈവാത്മാ പറയുന്ന ഒരു കാത്തിരിപ്പിനെ കാണിക്കുന്നുണ്ട്. നീ വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടും, നിങ്ങളുടെ തലമുറയ്ക്ക് അനുഗ്രഹം കിട്ടും, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. നിങ്ങൾക്ക് എവിടെയാണോ തടസ്സമായി കിടക്കുന്നത്, നിന്റെ ശുശ്രൂഷയാണോ? ദൈവദാസന്മാരോട് ഞാൻ പറയുകയാണ്, നിന്റെ ശുശ്രൂഷ ലെവൽ മാറാൻ പോകുകയാണ്. നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നിന്റെ ശുശ്രൂഷയിൽ എടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ ദൈവദാസന്മാരെ ചോദിക്കുകയാണ്, പാസ്റ്റർ എങ്ങനെയുണ്ട് ശുശ്രൂഷകളെ? അയ്യോ, ഇപ്പൊ ആരും വിളിക്കുന്നൊന്നുമില്ല. ശുശ്രൂഷ ഇല്ലാതിരിക്കുന്ന ദൈവദാസന്മാരെ നിങ്ങളെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ശുശ്രൂഷ ഇല്ലാതിരിക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയുകയാണ്, ദൈവം നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കുന്ന യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകണ പോലെ ചിറകടിച്ചു വരും. യെശയ്യാവ് ഹല്ലേലൂയ 9:3 വാക്യം പറഞ്ഞു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. കാത്തിരിക്കണം. കാത്തിരുന്നാൽ മാത്രമേ ശക്തി പുതുക്കാൻ പറ്റൂ.
ഒരു കാത്തിരിപ്പ് അനുഗ്രഹത്തിനും വെയിറ്റിംഗ് ആണ്. എപ്പോഴും ആത്മീയ ജീവിതത്തിൽ വെയിറ്റിംഗ് ആണ്. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ വെയിറ്റിംഗ് ആണ്. ആത്മീയ ജീവിതം നമുക്ക് പെട്ടെന്ന് പോയി എടുക്കുവാനോ പെട്ടെന്ന് ഓടിച്ചെന്ന് എടുക്കുവാനല്ല. അങ്ങേ ഹല്ലേലൂയ പെട്ടെന്ന് ദൈവം തരാത്തത് കൊണ്ടല്ല, നമുക്കൊരു പക്വത വരാത്തത് കൊണ്ടാണ് കിട്ടാത്തത്. പക്വത നിങ്ങൾ ശരീരങ്ങൾ വയസ്സ് കൊണ്ട് ചിലപ്പോൾ 50 വയസ്സോ 60 വയസ്സോ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ആത്മാവ് കൊണ്ട് നിങ്ങൾ പക്വത വന്നില്ല, അറിവ് കൊണ്ട് പക്വത വന്നിട്ടില്ല. നിങ്ങൾ ജഡം കൊണ്ട് പക്വത വന്നിരിക്കും. നിങ്ങൾ കാണുമ്പോൾ ഈ പൊണ്ണത്തടിയും വലിയ തടിയൊക്കെ ചിലർ കാണോ, ഭയങ്കരപ്പെട്ട തടിയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ഇവരൊക്കെ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഭയങ്കര സാധനമാണെന്ന്. ഒരടുത്തൂടെ നമ്മുടെ ഒരു പാറ്റ പയ്യാൽ മതി കിടന്ന് വിളിക്കാൻ, അല്ലേ? നിസ്സാര ഒരു പാറ്റ അടുത്തൂടെ പയ്യാൽ മതി, 4 വിളിയും വിളിച്ചിട്ട് അടുത്ത് വേറെ ഏതെങ്കിലും സുരേഷിനെ വിളിക്കും. ചിലപ്പോൾ വാവാ സുരേഷിനെ വിളിക്കും, ഇതാ ഒരു പാറ്റ വന്നിട്ട് ഞാൻ ഇതാ അപ്പുറത്താണ് ഇരിക്കുന്നത്, ഒന്ന് പിടിക്കാൻ. അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഇതായിട്ട് തോന്നും, പക്ഷെ അകത്ത് ബലമില്ല. ദൈവമക്കൾ അകത്ത് ബലമില്ല. ഇന്ന് പുറമേ നോക്കുമ്പോൾ നമുക്ക് ബലമായിട്ട് തോന്നും, പലവരെയും നോക്കുമ്പോൾ നമുക്ക് ബലമുള്ളതായിട്ട് തോന്നും, പക്ഷേ പുറമേ നമുക്ക് ബലമില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യൻ നോക്കുന്നത് പുറമേ, ദൈവം നോക്കുന്നത് അകമയാണ്. അകമേ 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 അകമേ. മനുഷ്യൻ നോക്കുന്നത് അകമയാണ്, അല്ലല്ല പുറമേയല്ല. ദൈവം നോക്കുന്നത് അകമയാണ്. അതിനെ ബലപ്പെടുത്തും, നിന്നെ ശക്തിപ്പെടുത്തും. ദൈവം കരുതും എന്നാൽ നിനക്ക് തരേണ്ട സമയമുണ്ട്. ദൈവത്തിനൊരു സമയമുണ്ട്, നിങ്ങളുടെ അനുഗ്രഹത്തിനൊരു സമയമുണ്ട്, നിങ്ങൾക്കൊരു നന്മ കിട്ടാൻ ഒരു സമയമുണ്ട്, വീട് വയ്ക്കാൻ സമയമുണ്ട്, കല്യാണം കഴിക്കാൻ ഒരു സമയമുണ്ട്, കുഞ്ഞുങ്ങൾക്കൊരു സമയമുണ്ട്, നിനക്ക് വണ്ടി കിട്ടാൻ ഒരു സമയമുണ്ട്, വസ്തു വാങ്ങിക്കാൻ ഒരു സമയമുണ്ട്, വിദേശത്ത് പോകാൻ ഒരു സമയമുണ്ട്. ആമേൻ ആമേ. നിന്റെ ആവശ്യങ്ങൾ ഓരോന്നൊരു ജോലി കിട്ടാൻ ഒരു സമയമുണ്ട്. ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നു അത് സമയമുണ്ട്, അത് ബന്ധപ്പെടും. പ്രതീക്ഷയോടെ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. പക്ഷെ തിരുവചനം പറയുന്നു, നിങ്ങൾ നോക്കി പറയുന്നു ചാൻസ് ഉണ്ട്. നിങ്ങൾ രക്ഷപ്പെടുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പലരും പറയും ഒരു ചാൻസും ഇല്ല. കയ്യിരിപ്പ് കൊണ്ട് ഇവിടെ പാട്ടുന്നതിൽ തല്ലുപൊളിയാണ്, അല്ലേ? ഞാനൊരു തല്ലുപൊളിയാണ്, കിട്ടാൻ ഒരു ചാൻസും ഇല്ല. കയ്യിരിപ്പുണ്ട്, തല്ലുപൊളിയാ. പക്ഷെ മനസ്സുകൊണ്ട് നീ ഒരുങ്ങി തയ്യാറാകുമെങ്കിൽ ദൈവസൻ നിരപ്പ് പ്രാപിച്ച് പാപത്തെ ഉപേക്ഷിച്ച് ഈ അനുഗ്രഹം പറയുമ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരും ഉണ്ട്, നല്ലവരും ഉണ്ട്, മോശം എല്ലാവരും ഉണ്ട്. ഞാൻ എല്ലാവരോടും പറയുകയാണ്, ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ദൈവസനിൽ വന്ന് യേശുവിനെ നിങ്ങൾ ഹൃദയത്തെ സ്വീകരിക്കാമെങ്കിൽ നിങ്ങൾ നിയമങ്ങളെ കുറവുകളെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് എനിക്കും അനുഗ്രഹം വേണം അപ്പച്ച, ആ സമയത്തിലേക്ക് ആ വരുന്ന വണ്ടിയിൽ എനിക്കൊരു വണ്ടി വരുന്നുണ്ട്, ആ വണ്ടി സമയം തെറ്റത്തില്ല, ആ വണ്ടി യാത്ര തിരിച്ചിട്ടുണ്ട്, ആ വണ്ടിയിൽ എനിക്കും യാത്ര ചെയ്യണമെങ്കിൽ നീയും ഒരുങ്ങി കാത്തിരിക്കണം. ഒരു കാത്തിരിപ്പുണ്ട്. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ പോയതുപോലെ വരും. ദൈവമക്കൾക്കൊരു കാത്തിരിപ്പുണ്ട്, പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രത്യാശ എന്താണ്? യേശു പോയതുപോലെ വരും. അത് ഉറപ്പുള്ളവന് മാത്രമേ ഇത് പിടിക്കാൻ പറ്റൂ. ഇത് ഉറപ്പുള്ളവന് മാത്രമേ ഈ വചനത്തിൽ നിന്ന് പിടിക്കാൻ പറ്റൂ. നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്, എന്നെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആമേ ഹല്ലേലൂയ. ഇത് ദർശന അവധി വെച്ചിട്ടുണ്ട്, സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നുണ്ട്. നീ കാത്തിരിക്കണമെങ്കിൽ അത് നിനക്ക് വേണ്ടി ദൈവം തരാൻ പോകുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഒരു വണ്ടി യാത്ര തിരിച്ചിട്ടുണ്ട്. ആ യാത്ര നീ ഇരിക്കുന്ന സ്ഥലത്ത് വണ്ടി വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പലരെ ഒരിടത്ത് തുടങ്ങി മറ്റേ സൈഡിലേക്ക് വാഹനത്തിൽ കയറ്റി നീ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. ഇപ്പോൾ നമുക്ക് പറയാം കന്യാകുമാരി എന്നൊരു വണ്ടി തിരിച്ചു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കന്യാകുമാരി എന്നാണ്. കന്യാകുമാരി എന്ന വണ്ടി തിരിച്ചു. അമ്മയെ തിരിച്ച് അവസാനം എവിടെ നിന്ന് മാർത്താണ്ഡം വന്നു. അവിടെ നേരെ തിരിച്ച് പ്രധാനപ്പെട്ട ഭാഗം തമ്പാനൂർ വന്നു. ഇത് ചുമ്മാ വന്നല്ല, ഓരോ സ്ഥലത്തും ദൈവമക്കളുണ്ട്. തുടക്കം തൊട്ട് അവിടെ നിന്ന് ആൾക്കാരെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് ആൾക്കാരെ കയറ്റി അവസാനം മുറിഞ്ഞ പാലത്തും മക്കൾ വെയിറ്റ് ചെയ്യാണ്. തമ്പാനൂർ വന്ന് അടുത്ത് ഓരോ സ്ഥലത്തും ദൈവം കയറ്റി ഓരോ സ്റ്റോപ്പിൽ നിന്ന് കയറ്റി അതിനെ കാത്തിരിക്കണം. ബസ് സ്റ്റാൻഡിൽ നീ എന്തിനാണ് കാത്തിരിക്കുന്നത്? നിങ്ങൾ ചെന്നോടനെ നിങ്ങൾ ബസ് വേണ്ടി നിർത്തിയിരിക്കുമോ? അങ്ങനെയാണ് നമ്മൾ പറഞ്ഞെങ്കിൽ സ്വന്തമായിട്ട് കാറ് വേണം. അത് കാത്തിരുന്നത് കൊണ്ടാണ് ഒരു കാറ് കിട്ടിയത്. എനിക്കൊരു കാറ് കിട്ടിയത് എനിക്ക് ദൈവം നന്മയുള്ള അനുഗ്രഹങ്ങളൊക്കെ തന്ന സമയത്ത് ഞാൻ പെട്ടെന്നൊന്നും എന്നെ ഒരു സമയത്ത് ഞാൻ കാറ് വാങ്ങിച്ചില്ല. എനിക്ക് നന്മകളൊക്കെ കാറ് വാങ്ങിക്കേണ്ട അനുഗ്രഹങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ ഓടിച്ചെന്ന് കാറ് വാങ്ങിച്ചില്ല. കാര്യം എന്തെന്നറിയാമോ? നമുക്ക് കാത്തിരിക്കണം.
അനുഗ്രഹത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കാത്തിരിക്കണം. ഒരു പ്രത്യാശയോടെ നമ്മൾ കാത്തിരുന്നാൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റൂ. അപ്പോൾ പെട്ടെന്നൊരു നന്മ നമുക്ക് ദൈവം തന്നു. അപ്പോൾ നമ്മൾ ഞാൻ ഒരു സമയത്ത് ബസ് സ്റ്റാൻഡിലൊക്കെ ഒരുപാട് കാത്തിരുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ ഈ 4 മണിക്ക് പണ്ടുള്ളൊരു ചൂട്ടും കത്തിച്ച് ബസ് കയറാൻ നിന്നിട്ടുണ്ട്. ചൂട്ടും കത്തി 4 മണിക്ക് ഞാൻ പണ്ടത്തുള്ള ചൂട്ടും കത്തിച്ച് പോവും ഒറ്റയ്ക്ക്. ചിലപ്പോൾ എൻ്റെ കൂടാനും കാണും. എന്താണ് തിരുവനന്തപുരത്തൊക്കെ വരണമെങ്കിൽ ചൂട്ടും കത്തിച്ചിട്ട് വന്ന് ബസ് സ്റ്റാൻഡിൽ ഇരിക്കും. ചിലപ്പോൾ 5 മണിക്ക് വണ്ടിയാണെങ്കിൽ എത്ര മണിക്കും 3 മണിക്ക് എഴുന്നേൽക്കണം. റെഡിയായി കാപ്പി ഉണ്ടാക്കി ആഹാരമൊക്കെ ഉണ്ടാക്കി വെയിറ്റ് ചെയ്ത് അമ്മ എല്ലാം കൊണ്ടുവന്ന് 5 മണിക്ക് ബസ് സ്റ്റാൻഡിൽ ഇരിക്കും. പ്രതീക്ഷയോടെ ഇരിക്കും. 5 മണിക്ക് ബസ് വരും. 5 മണിക്കുള്ള ബസ് വഴിയിലായി. ഇടയ്ക്ക് വന്ന് നമ്മുടെ ബസ്സിൻ്റെ കാര്യം പറയാൻ പറ്റില്ല, വഴിയിലായി. അപ്പോൾ നമുക്ക് പോയേ പറ്റൂ. നമ്മൾ 5 മണിക്ക് എന്ത് ചെയ്യണം? തിരിച്ച് വീട്ടിൽ പോകുമോ? വീട്ടിൽ പോകില്ല. അടുത്ത പ്രതീക്ഷ പറയും 5:30 മണിക്കൊരു വണ്ടിയുണ്ട്. 5 മണിക്കുള്ള വണ്ടി കിട്ടിയില്ല, 5:30 മണിക്കൊരു വണ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യും, ശരി. നമുക്ക് ടെൻഷനാണ്. ഈ അരമണിക്കൂർ തെറ്റുമ്പോൾ നമ്മുടെ നെഞ്ചം ഹൃദയമൊക്കെ പൊട്ടും. കാര്യം എന്താണ്? ആ ടൈമിൽ എനിക്ക് എത്തിയേ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ചില അണ്ണന്മാരുണ്ടല്ലോ, നമ്മളെ കൂടെ ഈ ആട്ടയും കൊണ്ട് അയ്യോ ഒന്ന് കൈ കാണിച്ചെങ്കിൽ നമ്മളെ കൂടെ കൊണ്ടുപോയായിരുന്നു. കാറ് പോകുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യില്ല. കാറ് കയറ്റാൻ ചാൻസ് കുറവാണ്. കാറ് നമ്മളെ അടുത്ത് പോകുമ്പോൾ പ്രതീക്ഷയില്ല. പക്ഷേ ചില ആട്രോഷകൾ വരുമ്പോൾ വിചാരിക്കും, അയ്യോ ഒന്ന് വന്നിരുന്നെങ്കിൽ നമുക്കൊന്ന് പോകുമായിരുന്നു. ഇതൊക്കെ ഇവരെ ഈ കാറ് കിട്ടിയവരടുത്തും ഓട്ടോ കിട്ടിയടുത്തും പറയണം, അവർ കാത്തിരുന്നിട്ടാണ് അവർക്ക് കിട്ടിയത്. ഇന്ന് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നതോട് ഞാൻ പറയുന്നത്, നീ കാത്തിരിക്കുമെങ്കിൽ നിനക്കൊരു നന്മ ദൈവം തരും കുഞ്ഞേ. നീ ബസ് സ്റ്റാൻഡിൽ കാത്തിരുന്നത് കൊണ്ടാ നിനക്ക് സ്വന്തമായൊരു വാഹനം ദൈവം തന്നത്. കരമടിച്ച് ദൈവം ശൈത്യോടെ മഹത്വം കൊടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദർശനത്തിൽ അവധി വെച്ചിട്ടുണ്ട്, സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നുണ്ട്. അത് സമയം തെറ്റിയാലും വരും. നീ കാത്തിരിക്കണം. നിന്റെ അനുഗ്രഹത്തിന് കാത്തിരിക്കണം. സഹോദരൻ നീ കാത്തിരിക്കണം. ബ്രദറെ നീ കാത്തിരിക്കണം. നീ വെയിറ്റ് ചെയ്യണം. ദൈവാത്മ പറയുന്നു കാത്തിരിക്കണം, ക്ഷമയോടെ ഇരിക്കണം. ജീവിതത്തിൽ ക്ഷമയോടെ എങ്ങനെയാണ്? പ്രാർത്ഥനയോടെ ഇരിക്കണം. ചിലപ്പോൾ ഉപവാസത്തോടെ ഇരിക്കേണ്ടി വരും. ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. ബൈബിൾ പഠിപ്പിക്കുന്നു പ്രാർത്ഥനയോടെ ഇരിക്കണം. ഉറങ്ങിപ്പോകരുത്. പ്രഭാത സെഷനാണ്, വന്നിരുന്ന് ഉറങ്ങിപ്പോയി കാത്തിരിക്കരുത്. ചിലർ ഉറങ്ങിയിരിക്കും. ബസ് പെയ്യാ പോലും അറിയില്ല. അവിടെ നിനക്ക് പോവേണ്ട ബസ്സിൽ കയറില്ല, പോവാത്ത ബസ്സിൽ നീ കയറി പോവുകയും ചെയ്യും, വഴിയിലാകുകയും ചെയ്യും, ആരെങ്കിലും തട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അവസാനം മക്കൾക്ക് അപ്പനും കാണൂല, അമ്മയ്ക്ക് മോനും കാണൂല. ഹല്ലേലൂയ. അങ്ങനെ ആവരുത്. നിന്നോട് എന്നെ പറഞ്ഞത് പ്രൈസ് ഹല്ലേലൂയ, ആമേ ഹല്ലേലൂയ. ബസ് കയറരുത്. നമ്മൾ ശ്രദ്ധയോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് വരുന്ന അനുഗ്രഹത്തെ പിടിച്ചെടുക്കാൻ പറ്റൂ. നമ്മൾ ശ്രദ്ധയോടും എങ്ങനെ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കമായി ആമേ ആത്മീയ ജീവിതത്തില് യുദ്ധക്കളത്തിലാണ്. നീയും ഞാനും യുദ്ധക്കളത്തിലാണ് ബ്രദർ. ആമേ സഹോദരന്മാരെ, നമ്മൾ യുദ്ധക്കളത്തിലാണ്. അനുഗ്രഹത്തെ ശത്രു തട്ടിപ്പറിക്കാൻ നോക്കുമ്പോ, അനുഗ്രഹത്തെ പിശാച് തട്ടിപ്പറിക്കാൻ നോക്കുമ്പോ, ഇന്ന് തിരുവചനം വിളിച്ചു വന്ന് കാത്തിരിക്കണം. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തരാൻ ദൈവം വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അനുഗ്രഹത്തിന് തരാൻ ദൈവം വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് വെയിറ്റിംഗ് ആണ്. എൻ്റെ അപ്പൻ തരും. നിങ്ങൾക്ക് വെയിറ്റിംഗ് ഉണ്ട്. ഒരു നന്മ തരും. പ്രതീക്ഷയോടെ ഇതുവരെ രക്ഷപ്പെട്ടില്ല, എൻ്റെ ജീവിതം ഒന്നുമായില്ല, പച്ച പിടിച്ചില്ല, എനിക്കൊരു നന്മയെ കിട്ടിയില്ല, ആമേ കുഴപ്പമില്ല. ദൈവം തരുവാൻ വില്ലിങ് ആണെങ്കിൽ നിനക്ക് കാത്തിരിക്കാൻ തയ്യാറാണോ? ദൈവം തരാൻ വില്ലിങ് ആണ്. ഇന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാണ്. ദൈവം തരുവാൻ വില്ലിങ് ആണ്. പക്ഷെ നിങ്ങൾ കാത്തിരിക്കുവാൻ തയ്യാറാണോ? ഇവിടെ കാത്തിരിക്കുക തിരുവചനം പറയുന്നു, അത് കാത്തിരിക്കണം. അതിനായി നീ കാത്തിരിക്കണം. നിനക്കൊരു അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കണം. ഇപ്പം കല്യാണം കഴിഞ്ഞ ഉടനെ ചിലർ പറയും, അയ്യോ എനിക്ക് അടുത്ത മാസം 3 മാസമാകുമ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോട് പറയാണ്, കുഞ്ഞുള്ള അമ്മയെ കെട്ടിക്കഴിഞ്ഞാൽ എളുപ്പമായി. എനിക്കല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 3 മാസം ആകുമ്പോൾ എനിക്കൊരു കുഞ്ഞിനെ വേണം, എനിക്കൊരു കൊച്ചിനെ വേണം എന്നൊരു സഹോദരി പറഞ്ഞാൽ അവൾ പറയും, സോപ്പ് വാങ്ങിച്ച ചീപ്പ് ഫ്രീ. ഈ ഫ്രീ ഉള്ളിടത്ത് കയറി വാങ്ങണം. ഒരു സോപ്പ് എടുത്താൽ ഒരു സോപ്പ് ഫ്രീ, ഒരു ലോഷൻ വാങ്ങിച്ച ഒരു ലോഷൻ ഫ്രീ. ആ ഫ്രീ ഉള്ളിടത്ത് മാത്രമേ
ഫ്രീ കിട്ടുള്ളൂ. ഇത് ഫ്രീ ഇല്ലാത്തടത്തുകൊണ്ട് കാത്തിരിക്കണം. ആമേ, നീ കാത്തിരിക്കണം. നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നീ കാത്തിരിക്കണം. കാര്യം അത് മനസ്സിലാവുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. അത് മനസ്സിലാവുന്ന സ്തോത്രം. ഒരു സഹോദരൻ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു വേണ്ടപ്പെട്ടവരാണ്, ആരെന്താണെന്ന് ചോദിക്കണ്ട, എന്നോട് പറഞ്ഞു, പുള്ളിക്ക് ഒരുപാട് വയസ്സൊക്കെ ഒരുപാട് ഓവറായി. ഒരു കുട്ടി നേരത്തെയൊക്കെ സ്നേഹിച്ചു. അത് പിന്നെ അവസാനം പുള്ളിക്ക് കിട്ടിയില്ല. ഈ പുള്ളിയെ കിട്ടിയില്ല, വേറെ ആരോ കൊണ്ടുപോയി കല്യാണം കഴിച്ചു. അതിൽ 2 മക്കളൊക്കെ ഉണ്ട്. അങ്ങനെ മരിച്ചുപോയി. ഇങ്ങനെ 10 ഒരുപാട് വയസ്സായി. അവസാനം പറയാ, ഇങ്ങനെ പെണ്ണ് കിട്ടുമെന്നുള്ള ഒരു ചാൻസും ഇല്ല. അത്ര നല്ല ഡീസൻ്റാണ്. അതുകൊണ്ട് ഡീസൻ്റാണ് ആൾ, ഭയങ്കര ഡീസൻ്റ് ആയതുകൊണ്ട് കിട്ടാൻ ഒരു ചാൻസും ഇല്ല പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു കല്യാണമൊക്കെ ഏതാണ്ടായി കേട്ടോ, ശരി, നല്ല കാര്യം, എങ്ങനെ അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് 2 പിള്ളേരൊക്കെ ഉണ്ട്. നല്ല കാര്യം. കാര്യം എന്താണ്, ഈ പുള്ളി ജോലിക്കും പോകണില്ല, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അത്രയും ബന്ധപ്പെടാനും കഷ്ടപ്പെടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇനി കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് ഈ ആശുപത്രിക്ക് ഇറങ്ങുകയും വേണ്ട, കൂടെ ചെക്കപ്പിനും കൊണ്ടുപോകണ്ട, അല്ലേ, ടോണിക്കും വാങ്ങിച്ചു കൊടുക്കണ്ട, ടാബ്ലറ്റ് വാങ്ങിച്ചു കൊടുക്കണ്ട. ഈ കൊണ്ടുവരുന്നത് എങ്ങനെ നോക്കി അച്ഛൻ വിട്ടാൽ മതി, മറ്റൊരു കുഞ്ഞിൻ്റെ അപ്പനായാൽ മതി. അല്ല, ചിലവർ അങ്ങനെ നോക്കുമ്പോൾ ദൈവം നമ്മുടെ അനുഗ്രഹത്തിന് പറയുന്നു, ഇന്ന് അങ്ങനെ ഉള്ളവരോടല്ല ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ ഉള്ള വ്യക്തിയോടല്ല ഇന്ന് ദൈവം സംസാരിക്കുന്നത്. ചിലവർക്ക് അധ്വാനിക്കാനും വയ്യ, ഒന്നിനും വയ്യ. ഇത് അടുത്ത സമയത്തിൽ അടുത്ത ശുശ്രൂഷ വരും, അധ്വാനത്തിൽ വരും. പക്ഷേ ഇവിടെ വചനം പറയുന്നു, നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഒരു അനുഗ്രഹത്തിന് വേണ്ടി ക്ഷമയോടെ ഇരിക്കണം. നീ വെയിറ്റ് ചെയ്യണം ദൈവ സന്നിധിയിൽ. എങ്ങനെയാണ്, ഞാൻ എൻ്റെ ശത്രുക്കളെ പാദമാവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കണം. വലതുഭാഗത്ത് ഇരിക്കണമെങ്കിൽ ക്ഷമയോടെ ഇരിക്കണം. യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന ക്ഷമയോടെ ഇരുന്നു, അല്ലേ? ഓരോ അടി കൊണ്ടതും ക്ഷമയോടെ കൊണ്ടത് കൊണ്ടാണ്. എൻ്റെ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റാത്തതൊന്നുമല്ല. ചിലത് സഹിച്ചാൽ മാത്രമേ ചിലത് നമുക്ക് എടുക്കാൻ പറ്റൂ. ചിലത് നമുക്ക് സഹിച്ചാൽ മാത്രമേ ചിലത് എടുക്കാൻ പറ്റൂ. നിങ്ങൾക്ക് സഹിക്കാനുള്ള സഹന ശക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിര്. ഇന്ന് പ്രഭാതത്തിൽ പറ, എനിക്കൊന്ന് സഹിച്ചിരിക്കുവാൻ ഒരു സഹന ശക്തി തരണം അപ്പാ. ഒന്ന് സഹിക്കുവാൻ, ഒന്ന് ക്ഷമിക്കുവാൻ, ഒന്ന് പൊറുക്കുവാൻ, ഒന്ന് വെയിറ്റ് ചെയ്യുവാൻ എനിക്ക് എന്ത് വേണം? ഇന്ന് പ്രഭാതത്തിൽ പറയേണ്ടത്, എനിക്കൊരു സഹന ശക്തി വേണമേ. അനുഗ്രഹം പിടിച്ചെടുക്കണം, ക്ഷമയോടെ പിടിച്ചെടുക്കണം, കാത്തിരുന്നെടുക്കണം. കാത്തിരിപ്പ് അനുഗ്രഹത്തിൻ്റെ തുടക്കമാണ്. പലരും നിങ്ങളെ നോക്കി പറയും, എന്തോ രക്ഷപ്പെട്ടോ, നീ യേശുവിനെ അറിഞ്ഞ് രക്ഷപ്പെട്ടോ, നീ യേശുവിനെയൊക്കെ സ്വീകരിച്ചല്ലോ, ആമേ, ഹല്ലേലൂയ. ഇല്ല, വന്ന ഉടനെ, ഈ ദേശത്ത് വന്ന ഉടനെ ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടിയില്ല. ഈ ദേശത്ത് വന്നപ്പോൾ ഒന്നും കിട്ടില്ല. 6 മാസം ആയപ്പോൾ കിട്ടിയത് 2 പോലീസുകാരനെയും ഒരു SIയെയും കിട്ടിയത്. വന്ന് കയറിയപ്പോൾ ഫസ്റ്റ് 6 മാസം ആകുന്നുമ്പേ ഈ മുൻകാലത്ത് കിട്ടിയത് 2 പോലീസും ഒരു SIയും കിട്ടി, ഒരു പോലീസ് സ്റ്റേഷനും കിട്ടി. ഹല്ലേലൂയ. കിട്ടിയതില്ല. അവിടെ ഒരു ബത്തപ്പാട് സഹിച്ചു. ആദ്യം വേദനകളും ബുദ്ധിമുട്ടുള്ള സഹിക്കേണ്ടി വരും. കാര്യമെന്നാണ്, അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഷ്ടപ്പാട്, നിങ്ങളുടെ ബത്തപ്പാട് കിടപ്പുണ്ട്. ഒരു നന്മ ഉണ്ടെങ്കിൽ, ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും. കാര്യമെന്ന്, കഷ്ടതയിലൂടെ അല്ല നന്മ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. എന്നാൽ അതിന് ഉദാഹരണമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായത്. ഒരുപാട് കഷ്ടം സഹിച്ച് അടികൊണ്ട് 12 കോടതികൾ അവനെ വിസ്തരിച്ചു. എൻ്റെ യേശുവിനെ വിസ്തരിച്ചു. കുറ്റമില്ല എങ്കിൽ കുറ്റമാക്കി തീർന്ന യേശുവിന്റെ മഹത്വം ഒന്ന് കണ്ടട്ടെ. എൻ്റെ കർത്താവ് ഒരു കുറ്റം ചെയ്തില്ലെങ്കിൽ കുറ്റക്കാരനാക്കി മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? ക്രൂശിച്ചു. ക്ഷമയോടെ ഇരുന്നു. ക്രൂശിൽ മരണം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? കല്ലറയിൽ കൊണ്ടുവച്ചു. എത്ര ദിവസം? ജീവിതകാലം മുഴുവനല്ല, 3 ദിവസം ക്ഷമയോടെ ഇരുന്നു. ഒരു കാത്തിരുന്ന് പിതാവിന് പ്രവർത്തിക്കാൻ കല്ലറയ്ക്ക് ക്ഷമയോടെ ഇരിക്കണം. എവിടെയെങ്കിലും കല്ലറയ്ക്കകത്തിരിക്കുമ്പോൾ മറ്റുള്ളവരിന്ന് കല്ലറയിൽ ഉറങ്ങുമ്പോൾ എൻ്റെ കർത്താവ് കല്ലറയല്ല, കല്ലറകളെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റത് പാലസ്തീൻ ദ്വീപുകളിൽ ഇതാ കല്ലറകൾ തുറന്നു കിടക്കുകയാണ്. കർത്താവ് വെയിറ്റ് ചെയ്തു. എൻ്റെ കുഞ്ഞ് കർത്താവ് 3.5 സമയമാണല്ലേ, 3.5 വർഷം, 3.5 വർഷമാണ് ശുശ്രൂഷ. 3.5 വർഷമാണ് ശുശ്രൂഷ ചെയ്ത്. ബാക്കിയെല്ലാം കാത്തിരുന്നു. അത്ഭുതങ്ങൾ ചെയ്താൽ കാത്തിരുന്നു. ചെയ്യേണ്ട സമയത്ത് മാത്രമേ ചെയ്തതുള്ളൂ.
കാര്യം ഞാൻ ഒരു കാര്യം ഇന്ന് പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടും. പക്ഷേ അത് ദൈവത്തിന് സമയമുണ്ട്. നിങ്ങൾക്ക് എന്താ വൈകുന്നത്? വൈകി വരുന്ന മരത്തിൽ നിന്ന് പഴുക്കുന്ന പഴത്തിന് ഭയങ്കര ടേസ്റ്റാണ്. മരത്തിൻ്റെ മണ്ടയിൽ നിന്നും പഴുത്തെടുക്കുന്ന ഒരു മാമ്പഴം പറയാം, മാമ്പഴത്തിൻ്റെ സീസണാണല്ലോ, അത് ഭയങ്കര ടേസ്റ്റാണ്. അത് വിളയുന്ന മുമ്പേ നിങ്ങൾ പറിച്ചു കൊണ്ട് വെച്ചു കൃത്യമായി കെമിക്കലൊക്കെ ഇട്ട് എടുത്ത് പഴുപ്പിച്ചെടുത്തോക്ക്. അതിൻ്റെ ടേസ്റ്റ് നോക്കണം. രണ്ട് ഭയങ്കര ടേസ്റ്റ് നോക്കണം. ടേസ്റ്റ് കുറവാണ്. പക്ഷെ നിന്നെടുക്കുന്ന നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു അനുഗ്രഹത്തിന് മാമ്പഴം പോലെ ഞാൻ വിളിച്ചു പറയാ, ഒരു മരത്തിൽ വേണ്ടി നമുക്കൊരു അനുഗ്രഹം ഒരുങ്ങുന്നുണ്ട്. അത് ബന്ധപ്പെടുന്നുണ്ട്. വൈകുന്നുണ്ടായാലും വൈകുന്ന അനുഗ്രഹം ആമേ നഷ്ടപ്പെടത്തില്ല. വൈകി വരുന്ന അനുഗ്രഹം, കാത്തിരുന്ന് കിട്ടുന്ന അനുഗ്രഹം. ഇപ്പൊ കാത്തിരുന്നൊരു ജോലി കിട്ടി, കാത്തിരുന്നൊരു നന്മ കിട്ടി, കാത്തിരുന്ന് നിങ്ങൾ വെറുതെ കളയത്തില്ല. കാത്തിരുന്നൊരു നന്മ കിട്ടിയാലും അത് ഒരിക്കലും നഷ്ടം. കാരണം ദൈവം തരാൻ പോകുന്ന വലിയ വാക്തത്വങ്ങളെ കുടുംബങ്ങളെ ദൈവം പറയുന്നു അതിൻ്റെ ലെവലിലേക്ക് ദൈവം കയറ്റുന്നു. എന്തിനാ? ദൈവനാമ മഹത്വപ്പെടുവാനാണ്. നിങ്ങളിലൂടെ ദൈവനാമ മഹത്വപ്പെടുവാൻ വേണ്ടിയാണ് ദൈവ പൈതലേ നിനക്ക് വേണ്ടി ദൈവം ബന്ധപ്പെടുന്നത്. നിങ്ങൾ ഇന്ന് ജീവിത കഷ്ടതയിലൂടെ കുടുംബത്തിൻ്റെ ഭാരങ്ങൾ വഹിച്ച് വേദനയുടെ നടുവിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ വേദന ജീവിത ഉപജീവന മേഖലയിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇത്തിരി ബന്ധപ്പാട് കഷ്ടപ്പാടുണ്ടെങ്കിൽ അടുത്തൊരു പ്രൊമോഷൻ ദൈവം ഒരുക്കുന്നുണ്ട്. അവിടെ നിന്നൊരു പ്രൊമോഷൻ ഒരുക്കുന്നുണ്ട്. ആ സ്ഥലത്ത് നിന്ന് ദൈവം പൊക്കിയെടുക്കുന്നുണ്ട്. ജോലിയിൽ ഭാരപ്പെടുന്നവരെ, ആമേ വേദനിക്കുന്നവരെ, അധ്വാനിക്കുന്നവര്, ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ പറയുന്നു, നിനക്ക് വേണ്ടി ഒരു കാത്തിരിപ്പുണ്ട്. ദൈവം വെയിറ്റ് ചെയ്യുന്ന വെറുതെ അല്ല. നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ വെറുതെ അല്ല. അമ്മയുടെ ഉദരത്തിനകത്തൊരു കുഞ്ഞ് ഉരുവാകുമ്പോൾ 9 മാസവും 9 നാഴികയും അതിൻ്റെ ടൈമിലാകുമ്പോൾ കുഞ്ഞ് കൃത്യമായിട്ട് പുറത്ത് വരും. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ കുഞ്ഞ് തന്നെ ദൈവമാണ്. ആ സമയമാകുമ്പോൾ അപ്പം പറയാണ്, അമ്മ ഭൂമിയിൽ പറയാണ്, ഇതിപ്പോൾ വരട്ടെ കിട്ടൂല. ദൈവത്തിൻ്റെ ടൈമിൽ മാത്രമേ അനുഗ്രഹം കിട്ടൂ. കാര്യം എന്താണ്? ഒരു കാത്തിരിപ്പുണ്ട്. അമ്മ ഗർഭിണിയായി കഴിഞ്ഞാൽ, കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചു കഴിഞ്ഞാൽ അതിന് സമയവും ദിവസവും കാര്യമുണ്ട്. സമയവും മാസവും ദിവസവും നാഴിക എണ്ണി തിട്ടപ്പെടുത്തി ഓരോ സെക്കൻഡ് കണക്കുകൾ കൂട്ടി കഴിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് നമുക്കുണ്ട്. സമയത്തെ പോലും അളക്കാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീ കാത്തിരിക്കണം. ഒരു അനുഗ്രഹത്തിനുവേണ്ടി കാത്തിരിക്കണം. ജീവിതത്തിൽ കാത്തിരിക്കണം. കാര്യം എന്താണ്? എൻ്റെ അപ്പൻ ആദ്യം പറഞ്ഞു, ഞാൻ പോയതുപോലെ വരും. കാര്യം ഒരു കാത്തിരിപ്പ് അനുഗ്രഹത്തിന് വേണ്ടിയാണ്. കാത്തിരിക്കുന്നവന് മാത്രമേ എടുക്കാൻ പറ്റൂ. വിശുദ്ധൻ മാത്രമേ ഇന്ന് വിശുദ്ധനാകണം. എങ്ങനെ വിശുദ്ധനാകും? കാത്തിരുന്ന് നമ്മുടെ കുറവുകളും പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് വിശുദ്ധനാണ്. വിശുദ്ധൻ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക. അശുദ്ധൻ നിന്നെ തന്നെ അശുദ്ധമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ പല വ്യത്യസ്തമായുണ്ട്. ഇന്ന് ഞാൻ വ്യത്യസ്തമായിരിക്കുന്ന വ്യക്തിയിൽ നിന്നും തിരിച്ച് ഞാൻ പിടിക്കുന്നു. നിങ്ങൾ അശുദ്ധമായിട്ടുണ്ടെങ്കിൽ അശുദ്ധിയെ മാറി വിശുദ്ധനാക്കാൻ അദ്ദേഹം വരുന്ന വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ അനുഗ്രഹത്തിൽ പാവക്കറകൾ പിടിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പറ, എൻ്റെ ജീവിത തെറ്റും കുറ്റവും വന്നിട്ടുണ്ട്, തെറ്റും കുറ്റവും ഉണ്ട്. ഞാനൊന്ന് ഏറ്റു പറഞ്ഞ് അനുദപിക്കുന്ന അപ്പച്ച. അറിവുള്ള സമയത്തും അറിവില്ലാത്ത സമയത്തും അറിഞ്ഞും അറിയാവുന്ന ചില മനഃപൂർവമായ പാവങ്ങളെ ഈ വിശുദ്ധ ദിവസം ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്കൊരു അനുഗ്രഹത്തിലേക്ക് ബന്ധപ്പെടുന്ന ഒരു ദൈവം സ്വർഗ്ഗം നിനക്ക് വേണ്ടി ഒരു നന്മ ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ. അനുഗ്രഹത്തിലേക്ക് ഹല്ലേലൂയ. ഒന്ന് മനസ്സലിയാമോ, ഒന്ന് യേശുവേ എന്ന് വിളിക്കാമോ? നിന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന ഹൃദയത്തിനകത്ത് ഉൾമനകളെ അറിയുന്ന ദൈവത്തോടൊന്ന് പറ, തെറ്റുപറ്റിപ്പോയി, ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയി, അപ്പാ എന്നോടൊന്ന് ക്ഷമിക്കണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വായിച്ചോ, കാത്തിരിക്കണം. ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും നോക്കിക്കണം, അത് വൈകിയാലും. സമയം കാത്തിരിക്കണം പറഞ്ഞപ്പോൾ അടുത്ത് പറയുന്നു, സമയം തെറ്റുകയില്ല. സമയം നമ്മുടെ സമയത്തിനല്ല ദൈവം തരുന്നത്. ദൈവത്തിനൊരു സമയത്തിന് മാത്രമേ ദൈവം തരത്തുള്ളൂ. നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് അനുഗ്രഹം കിട്ടണമെന്നില്ല, എല്ലാം കിട്ടണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ചിലത് കിട്ടും, ചിലപ്പോൾ നമുക്കെല്ലാം കിട്ടണമെന്നില്ല. നമ്മുടെ സമയമാകുമ്പോൾ
നമുക്കെല്ലാം ദൈവം നമുക്ക് ഓരോ സമയം, എനിക്കറിയാം, എൻ്റെ ദൈവത്തിനറിയാം. ഇന്ന് നമ്മൾ ജനിച്ചു വരുന്ന കുഞ്ഞിന് ഇപ്പോൾ ആദ്യമായിട്ട് 6 മാസം കഴിയുമ്പോൾ നേരെ എടുത്ത് ചോറും കറിയും എടുത്ത് കൊടുക്കാറില്ല. അതിന് കൊടുക്കുന്ന വല്ല മൂല്യമായ ഘടകങ്ങളുള്ള എന്താണ് കൊടുക്കുന്നത്? കുഞ്ഞിന് കൊടുക്കുന്ന എന്തുണ്ട്? ഒരു പൊടിയുണ്ടല്ലോ, ചോളമോ, സെർലാക്ക്, ഇങ്ങനത്തെ സാധനം. ഈ സെർലാക്ക് കഴിക്കണ കുട്ടിക്ക് ഒരു പൊതി ബിരിയാണി വാങ്ങിച്ചു കൊടുത്താൽ കഴിക്കുമോ? പറ്റൂല. ആ സമയത്തിനനുസരിച്ച് ദൈവം കൊടുക്കത്തുള്ളൂ, അല്ലേ? കഴിക്കേണ്ട രീതി അനുസരിച്ച് മാറുമ്പോൾ 6 മാസത്തെ കഴിക്കണം, 6 മാസം. പക്ഷെ 6 വയസ്സ് കഴിക്കുമ്പോൾ സെർലാക്കാണോ കൊടുക്കുന്നത്? അല്ല. അതാണ് ദൈവത്തിന് സമയമുണ്ട് ഓരോന്നിനും കൊടുക്കുവാൻ, ഓരോ സമയത്ത് കൊടുക്കുവാൻ. അതാണ് സമയം, സമയം, സമയം. നിങ്ങളുടെ സമയം തെറ്റുകയില്ല. ആമേ, നീ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആമേ, സമയം തെറ്റുകയില്ല. അതിനായി അത് വൈകിയാലും വരും, വൈകിയാലും നിന്റെ ജീവിത സമയം പറയും. ചിലർ എങ്ങനെയുണ്ട്? അയ്യോ, സമയം വളരെ മോശം. വെറുതെ അനുഗ്രഹമൊക്കെ ഉണ്ടോ? ജോലിക്ക് എങ്ങനെ പ്രമോഷൻ, ജോലി, ശമ്പളം, കുടുംബം എങ്ങനെയുണ്ട്? ഇപ്പം കഷ്ടകാലമാണ്. വെറുതെ എന്ത് പറയുവാൻ? എല്ലാവർക്കും പറയാണ്ട് ജീവിതം വളരെ മോശമായിപ്പോയി, അല്ലേ? കഷ്ടതയാണ്. പക്ഷേ അവിടെ നിന്ന് പറയുകയാണ്, നിൻ്റെ അനുഗ്രഹം വൈകിയാലും വരും. ഇപ്പോൾ ഇത്തിരി കഷ്ടത ഉണ്ടെങ്കിലും, ഇപ്പോൾ ഒരു കാത്തിരിപ്പിന് ഇരുന്നിരുന്ന് ചിലർ പറയും ആസനത്തിലൂടെ ആല് കുരുത്തെന്ന് പറയും. ഇരുന്നിരുന്ന് നട്ടെല്ലൊക്കെ ഒടിഞ്ഞ് ഇവിടെ വരുന്നില്ല, അനുഗ്രഹം കിട്ടുന്നില്ല. ഇനി ഇവിടെ പോകണ്ട, നമുക്ക് കാര്യം ചെയ്യാം, ഇത്തിരി വിദൂരത്തിൽ പോകാം. അങ്ങനെ ചിന്തിക്കരുത്. ക്ഷമയോടെ ഇരിക്കണം. ദൈവമാണ് വാക്ക് പറഞ്ഞത്, നിനക്കൊരു നന്മ തരും, നിനക്കൊരു അനുഗ്രഹം കിട്ടും. കർത്താവ് യേശു ക്രിസ്തു ഞാൻ പോയതുപോലെ വരുമെന്ന് പറഞ്ഞ ആരാണ്? മറ്റാരുമല്ല, ദൈവം തന്നെ. നിങ്ങളെ മുഖത്ത് നോക്കി ഒരു ദൂത് പറഞ്ഞാൽ, ഒരു പ്രവചനം പറഞ്ഞാൽ, ഒരു ദർശനം പറഞ്ഞാൽ, ദൈവം പറയാണ് അത് നിശ്ചയമായി നിന്റെ കയ്യിൽ തന്നെ വരും. അത് എൻ്റെ കയ്യിൽ തന്നെ. ബ്രദറെ, നിന്നെ നോക്കിയൊരു അനുഗ്രഹം നിന്റെ കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് നിന്റെ കയ്യിൽ തന്നെ വരും. എൻ്റെ കയ്യിൽ വരുന്നത് എൻ്റെ കയ്യിൽ വരും, മറ്റാരുടെ കയ്യിലും വരത്തില്ല. അനുഗ്രഹം, ഇന്നൊരു അനുഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് ജീവിതത്തിലെ അനുഗ്രഹം വരും മുമ്പേ ചില ബത്തപ്പാടും കഷ്ടപ്പാടും പൊട്ടലും ചീറ്റലൊക്കെ വരും. നമ്മളത് പിടിച്ചു നിൽക്കണം. ഇത് കിട്ടാതെ വരുമ്പോൾ പറയും ഇനി ജീവിക്കാൻ വേണ്ട. കിട്ടാതെ വരും പറയും ഇനി പ്രതീക്ഷയൊന്നുമില്ല, അടുത്ത പരിപാടി അങ്ങ് ചെയ്യാൻ പോകും മുമ്പേ ഒരു കാത്തിരിപ്പ് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. നീ അടുത്തൊരു അപകടത്തിലേക്ക് പോകും മുമ്പേ തിരുവചനം വിളിച്ച് പറയുന്നുണ്ട്, നീ ക്ഷമയോടെ ഇരി. ക്ഷമയുള്ളവൻ മാത്രമേ നിനക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ക്ഷമിക്കുന്നവന് മാത്രമേ അനുഗ്രഹം പിടിക്കാൻ പറ്റൂ. ക്ഷമ വേണം. ഒരു ചാൻസുമില്ല അനുഗ്രഹം കിട്ടുവാൻ, ഒരു ചാൻസുമില്ല. നിങ്ങൾക്കൊരു നന്മ കിട്ടുവാൻ ഒരു ചാൻസുമില്ല. എന്നാലും പറയുന്നു, ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും. ആ സമയം ഇത് അടുത്തുകൊണ്ടിരിക്കുന്നു. സമയം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, സമയം കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ല എങ്കിലും ആ ടൈം തെറ്റുകയില്ല എന്ന് തിരുവചനം വിളിച്ചു പറയുന്നു. സമയം തെറ്റുകയില്ല. നിന്റെ സമയം തെറ്റിയാലും ദൈവത്തിൻ്റെ സമയം തെറ്റത്തില്ല. നീ കുറിച്ച സമയമല്ല ദൈവത്തിൻ്റെ സമയം. നമ്മൾ പറയുന്ന സമയത്ത് കാര്യം നടക്കണമെന്നില്ല. എല്ലാ കാര്യവും നടക്കും. ഇപ്പോൾ എല്ലാ കാര്യവും നമ്മൾ പറയും പോലെ നടക്കണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ കാര്യം ഇപ്പം അങ്ങനെ പറഞ്ഞാൽ നമ്മളും ദൈവമായിട്ട് എന്താ വ്യത്യാസം? ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ സമയത്തിനെ നടക്കത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഓരോ കാര്യം ഇന്ന് ദൈവം എന്തൊക്കെ ചെയ്യണമെന്നുള്ളതല്ല ദൈവം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യവും പോലെ ഒരുപോലെ ആ ടൈമിൽ ചില കാര്യങ്ങളൊക്കെ വൈകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേൽ അനുഗ്രഹം ഡബിളാണ്. അനുഗ്രഹം വലുതാണ്. നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അയ്യോ എന്തു ഭയങ്കര ബന്ധപ്പാട്, പിരിങ്ങനെ കെട്ടി വരിയുന്ന അനുഭവത്തിലേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണ്. അതിൻ്റെ മധുരം വലുതാണ്. ഇപ്പം നിങ്ങൾ നെല്ലിക്കയുടെ അനുഭവമാണെങ്കിൽ, പാവയ്ക്കയുടെ അനുഭവമാണെങ്കിൽ, ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം പാവയ്ക്കയാണ്, നിങ്ങളുടെ ജീവിതം നെല്ലിക്കയാണ്. നിങ്ങൾ നെല്ലിക്ക ഒന്ന് ചവച്ചു നോക്കും. ഒന്ന് നെല്ലിക്ക എടുത്ത് ഒരു മുഴുവൻ നെല്ലിക്ക എടുത്ത് കഴുകണം. കഴുകിയിട്ട് ഒന്ന് നല്ല വൃത്തി ഒന്ന് വായിലിട്ടൊന്ന് ചരച്ച് ഇങ്ങനെ നല്ല അരച്ചെടുത്ത് എന്നിട്ട് വെള്ളം കൂടെ കുടിച്ചു നോക്ക്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആദ്യം ഒന്ന് കടിച്ചു പിടിപ്പോൾ കൈപ്പാറ്റൊക്കെ തോന്നി. കണ്ണടച്ചും കൊണ്ട് കടിച്ചു പിടിച്ചു. കടിച്ചപ്പോൾ അമ്മയും ബുദ്ധിമണ്ഡലം പറഞ്ഞു, തുപ്പിക്കള.
അല്ലേ? അടുത്ത ഒരാൾ നിന്ന് പറഞ്ഞു, തുപ്പ് ഇത് ഇറക്കരുത്. പക്ഷെ വേറെ ആൾ പറഞ്ഞു, നീ ഇത്തിരി വെള്ളം കൂടി. വായ്ക്കകത്ത് വെച്ചപ്പോൾ കയ്പായി തോന്നി, പക്ഷെ അകത്തോട്ട് ഇറങ്ങിയത് മധുരമായിട്ടാണ്. കാര്യം അതിന് ആദ്യം കയ്പ് തോന്നു. പാവയ്ക്ക പോലത്തെ ജീവിതങ്ങൾ, നെല്ലിക്ക പോലത്തെ ആദ്യം കയ്പായ ജീവിതങ്ങളെ മധുരിക്കുന്നതിൽ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. സമയം തെറ്റുകയില്ല. ഇന്ന് കുടുംബ ജീവിതത്തിലേക്ക് ഒരു കയ്പിന്റെ അനുഭവമുള്ളവരെ, നിങ്ങൾ കയ്പിലൂടെയാണ് കടന്നു പോകുന്നത്, കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ കടന്ന് ബന്ധപ്പെടുകയാണ്. കുടുംബത്തിലെ ഒരു കുടുംബം പോറ്റുവാൻ ബന്ധപ്പെടുകയാണ്. ചില കുടുംബങ്ങൾ പോറ്റാൻ ബന്ധപ്പെടുകയാണ്. നിങ്ങളുടെ അനുഗ്രഹം ബന്ധപ്പെടുന്നതിന് കാരണം ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതി ഉള്ളത് കൊണ്ടാണ്. എന്നെക്കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് ബന്ധപ്പെടുന്ന കാര്യം എന്നാണ്. ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. കാര്യം എന്നാണ്, നിന്നെക്കുറിച്ച് നിന്റെ കുടുംബത്തിലുള്ളവരെ കാട്ടിലും വലിയ പദ്ധതിയും പ്ലാനും സ്വർഗത്തിന് ദൈവത്തിന് ഉള്ളത് കൊണ്ടാണ്. നിന്നെക്കുറിച്ച് ശുശ്രൂഷ ഉള്ളത് കൊണ്ടാണ്. നിന്നെക്കുറിച്ച് ദൈവവിളി ഉള്ളത് കൊണ്ടാണ്. നീ ദൈവത്തിന് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് ബന്ധപ്പെടുന്നത്. നിന്റെ അനുഗ്രഹം ചെറുതല്ല, വലുതായത് കൊണ്ടാണ് ബന്ധപ്പെടുന്നത്. അത് വൈകിയാലും വരെ സമയം തെറ്റുകയില്ല. ഇന്ന് പലരെ സമയം തെറ്റുമ്പോൾ എന്റെ സമയം ബെസ്റ്റ് ആക്കി തരുന്ന ഒരു ദൈവമുണ്ട്. സമയം മോശം. ഇന്ന് പലരും നാളും നാഴികയും നോക്കും. എന്തിന്? ഇന്ന് പലരും നോക്കുന്നു, എന്തുകൊണ്ട് ഇവിടെ ജാതകം കൊണ്ടുപോകും. ജാതകം കൊണ്ട് പോയിട്ട് ചോദിക്കും, ഇങ്ങനെ ആശാനെ ആശാനെ ഒന്ന് നോക്കി പറയാമോ, എൻ്റെ സമയം കൊള്ളാമോ എന്ന്. ഇവിടെ ബെസ്റ്റ് സമയമായിരിക്കും പറഞ്ഞു കൊടുക്കും. 6 മാസം നീ വെള്ളത്തിൻ്റെ അടിയിലും 6 മാസം മലര മണ്ടയിൽ എവിടെയും ഗുഹയ്ക്കാതിരിക്കേണ്ടി വരും. വളരെ മോശമാണ്. ഒരു 50,000 മുടക്കാമെങ്കിൽ ഞാൻ അതിനെ നേരെ വെള്ളത്തിൽ നിന്ന് ഉയരം കൊണ്ടുവരാം, മലന്ന് താഴെ ഇറക്കി തരാം. നീ പറയുമ്പോൾ വെള്ളത്തിൽ ഇറക്കാനും ഈ 50,000 കൊണ്ട് പിടി. അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവം ആര്? പൈസ കൊടുക്കാൻ പറ്റത്തില്ല. മറ്റൊരു വാക്കിലല്ല പറയുമ്പോൾ വ്യക്തികൾ പറഞ്ഞ് അങ്ങനെ പോകുന്നവരുണ്ട് സമയം നോക്കാൻ വേണ്ടി. ഇപ്പോൾ നല്ല സമയമാണോ? ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുകയാണ്, ചില സമയം നോക്കിയേ ചെയ്യുള്ളൂ. ഇപ്പോൾ ആരെ സമയമാണ്? ഇപ്പോൾ സ്റ്റാറാണോ അല്ല സ്റ്റാർ അല്ലെ, എത്ര സ്റ്റാർ ഉണ്ടെന്ന് നോക്കും. ആ സ്റ്റാർ അനുസരിച്ചാണ് സാധനങ്ങൾ വാങ്ങുന്നത്. മിക്സി വാങ്ങിക്കുമ്പോഴും ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ 4 സ്റ്റാർ ഉണ്ടെങ്കിൽ 5 സ്റ്റാർ ഉണ്ടെങ്കിൽ കറണ്ട് ബില്ല് കുറവാണ്. ഇപ്പോൾ 5 സ്റ്റാർ ഉള്ളവർക്കാണ് കറണ്ട് ബില്ല് കൂടുതലും വരുന്നുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ട്, ഒരു കുടിലിനകത്തിരിക്കുന്ന എന്താ വാർത്തയാണ്, 50,000 ബില്ലടിച്ചു വന്നു. മന്ത്രി ഇടപെട്ടു. പാവപ്പെട്ടൊരു കുടിലിനുള്ള ബില്ലടിച്ചത് എത്ര? കറണ്ട് ബില്ല് 50,000. വാർത്തയായി, ചാനലുകാർ വാർത്തയാക്കി. മന്ത്രി ഇടപെട്ടു. പാവപ്പെട്ട ഒരു കുടിലിൻ്റെ ബില്ല് 50,000 ബില്ല് വരുന്നുണ്ടെങ്കിൽ അതറിയാം, മാനുഷ്യമായി എവിടെയാണോ പ്രവർത്തിക്കുന്നത്, എവിടെയായി പ്രവർത്തിച്ചാലും നമ്മളെ നിരാശപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങൾ വരും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഗ്രഹത്തിനെ കുറിച്ച് നിരാശകൾ ഒരുപാട് വരും. നമ്മൾ പലരും നിൻ്റെ മുഖത്ത് നോക്കി പറയും, ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, നിന്നെ നോക്കി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഇത് പറയുമ്പോൾ ഇതിനു വേണ്ടി ശ്രദ്ധ കൊടുക്കരുത്. അതാണ് സങ്കീർത്തനം 1 പറയുന്ന, ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെയും ചില ദൈവഹിതമില്ലാത്ത ചിന്തകൾ, സംസാരങ്ങൾ അനുഗ്രഹത്തിന് എതിരായിട്ട് പോകുമ്പോൾ നമ്മുടെ വാക്തത്വത്തിനനുസരിച്ച് നമ്മൾ നിന്നോളണം. വാക്തത്വമുള്ളവന് വാക്തത്വമുള്ള വിളിയുമുണ്ട്. ഹല്ലേലൂയ. അതനുസരിച്ച് നിന്നില്ല എങ്കിൽ, ഞാനിപ്പോൾ വാക്തത്വമുള്ള ഞാനെങ്കിൽ ഞാൻ വാക്തത്വം ഇല്ലാത്ത വ്യക്തിയുടെ അടുത്ത് ചെന്നിരുന്നാൽ എൻ്റെ മൈൻഡ് തെറ്റിക്കും, എന്നെ തള്ളിയിടും, എന്നെ ഇവിടെ ശത്രു അടിച്ചുകൊണ്ട് പോകും. ഹല്ലേലൂയ. പക്ഷെ അങ്ങനെ പോകരുത് ദൈവമക്കളെ. നിന്നെക്കുറിച്ച് ദൈവാത്മാവ് ഒരു വാക്തത്വം പറഞ്ഞാൽ, ബ്രദർ നിനക്കൊരു ഉയർച്ചയുണ്ട്, സഹോദരി ഒരു ഉയർച്ചയുണ്ട് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി നീ വെയിറ്റ് ചെയ്യണം, അതിനുവേണ്ടി കാത്തിരിക്കണം. പറഞ്ഞത് ഞാനല്ല, സ്വർഗത്തിലെ ദൈവമാണ്. ശരിയാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തരിക തന്നെ ചെയ്യും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ. ക്ഷമയോടെ ഇരുന്നാൽ മാത്രമേ അനുഗ്രഹം പിടിക്കാൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? ഒരു ചൂണ്ട ഇടുമ്പോൾ, ചൂണ്ടയിടാൻ പോയിട്ടുണ്ട്. ഞാൻ ചൂണ്ടയിടാൻ പോയിട്ടുണ്ട്. ഇരയൊക്കെ എടുത്ത് എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ചൂണ്ടയൊക്കെ എടുത്തിട്ട് കുറേ ഇരയൊക്കെ എടുത്തുകൊണ്ട് കൂട്ടുകാരായിട്ട് പോകും. ഒറ്റയ്ക്കല്ല, കൂട്ടുകാരായിട്ടൊക്കെ പോകും. ചൂണ്ട ഇട്ടിട്ട് ഞാൻ ഇവിടെ നിന്നുണ്ട് കച്ചലി പിച്ചൽ പറയും, ക്ഷമയോട് മിണ്ടരുത്. നമ്മളെ ശബ്ദം വരെ മീന് കേൾക്കും അല്ലേ? ചൂണ്ടയിടുന്ന അടുത്തെന്ന് പറയും, സംസാരിക്കല്ലേ, മീന് വരത്തില്ലേ, മിണ്ടാതിരിക്കണം. ചിലപ്പോൾ അരമണിക്കൂർ ഇരിക്കുമ്പോഴായിരിക്കും വലിയൊരു മീൻ വന്ന് കൊത്തുന്നത്.
അവ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ചിലത് കൊത്തത്തുള്ളൂ. അനുഗ്രഹം അങ്ങനെയാ, വെള്ളത്തിലിടുന്ന ചൂണ്ട പോലെ അടുത്തുള്ള അനുഗ്രഹം, അടിയിലുള്ള നന്മ കിട്ടണമെങ്കിൽ അത് ക്ഷമയോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് അനുഗ്രഹം പിടിക്കത്തുള്ളൂ. അത് ആ സമയം തെറ്റുകയില്ല. അത് വൈകിയാലും ഒരു ബൈബിൾ പറയും അത് വൈകിയാലും അതിനായി കാത്തിരിക്കണം. അത് നിശ്ചയം താമസിക്കയില്ല. ആമേ, താമസിക്കില്ല. അനുഗ്രഹം താമസിക്കത്തില്ല, വൈകി പോകത്തില്ല. നിങ്ങൾ അനുഗ്രഹം താമസിക്കത്തില്ല. കൈപിടിച്ച് പറ, നിന്റെ അനുഗ്രഹം ആമേ താമസിക്കത്തില്ല. കരം കൊടുത്ത് പറ, ഒന്ന് കരം കൊടുക്കുമ്പോ ഒരു ദൈവ സാന്നിധ്യം നിങ്ങളെ വന്ന് മൂടുകയാണ്. ഒരു ദൈവ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങുകയാണ്. അത് താമസിക്കത്തില്ല. അത് നിന്റെ കയ്യിൽ വരെ പറയുമ്പോ തന്നെ ഒരു ആത്മസാന്നിധ്യം കരം അടിച്ച് അല്പസമയം സ്തുതിച്ചാട്ടെ. എല്ലാവരും ശക്തിയോടെ താമസിക്കില്ല. അത് നിന്റെ കയ്യിൽ വരും. നിന്നെ കുറിച്ച് പറയാ, ദൈവത്തിന് സാധ്യമായിട്ട് ഒന്നുമില്ല. ആത്മ പറയുന്നു. ആത്മാവിനെ കുറിച്ച് പറയാ, എല്ലാം സാധ്യമാണ്. അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നും, ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല എന്നും, സകലം ചെയ്തു തരാൻ കഴിവുള്ള ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ആത്മ പറയുന്നുണ്ട്. നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവം വലിയവനാണ്. നിനക്ക് കഴിയാത്തത്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ദൈവം ചില വിഷയത്തിന്റെ മേൽ, നീ ഞെരുങ്ങുന്ന വിഷയത്തിന്റെ മേൽ, തകർന്ന വിഷയത്തിന്റെ മേൽ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്നുണ്ട്. നിന്റെ കുടുംബത്തിന് വേണ്ടി എന്റെ ദൈവം ഒരു മറക്കൽ ചെയ്യുന്നുണ്ട്. പറയുന്നു, ഇന്ന് നിനക്കുള്ളതാ. നിന്നോട് ദൈവം സംസാരിക്കുന്നു. ഇന്ന് ജീവിതം തകർന്നു പോകും. നീ ജീവിക്കേണ്ട, മരിച്ചാ മതി എന്ന് ഒന്നല്ല, ഒന്നിൽ പരം പ്രാവശ്യം നീ മരിക്കാൻ വേണ്ടി ഓടിയവനാ. നിന്നെ തകർക്കുക ശത്രു പല പ്രാവശ്യം നോക്കി, പല പ്രാവശ്യം നോക്കി. നിന്നെ ഭൂമിയിൽ നിന്ന് നീക്കുവാൻ ശത്രു നോക്കി. എന്നാൽ ബൈബിൾ പറയുന്നു, നിന്നെ കൊണ്ട് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ട്. നിന്റെ കുടുംബത്തെ കുറിച്ച് ആത്മ പറയുന്നു, വലിയ പദ്ധതിയാണ് ബ്രദറെ. നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ബ്രദറിനെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. നീ ദൈവത്തിന്റെ പദ്ധതിക്കാത്താണെന്ന് വിളിച്ചു പറയും. അതുകൊണ്ട് എത്രത്തോളം കഷ്ടത ദൈവം അതിന്റെ മേൽ വിടുതൽ വരാൻ പോകുന്നുണ്ട്. ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് വരുന്നുണ്ട്. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും വരും. ദൈവം നിങ്ങളുടെ കുടുംബത്തോട് പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിനകത്തുനിന്നും ചില ദൈവവേലയ്ക്ക് വേണ്ടി ചിലരെ വേർതിരിക്കുന്നുണ്ട്. തലമുറകളെ ദൈവം വേർതിരിക്കുകയാണ്. അതാണ് ഇത്രത്തോളം വലിയ കഷ്ടത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതൊരു കഷ്ടതയല്ല, ഒരു അനുഗ്രഹമായി മാറുന്നുണ്ട്.
ഒരു വെള്ളപ്പൊക്കമായി മാറുന്നുണ്ട്. ആത്മാവ് ഇരിക്കെ, ശവനാരകനം. ദൈവമക്കളെ, ആരാധിച്ചപ്പോ പരിശുദ്ധാത്മാവിനോട് ഒരു കാര്യം പറഞ്ഞു. എന്തെന്നറിയണ്ടേ? ഈ മഴയ്ക്ക് മുമ്പേ എന്താ സംഭവിച്ചത്? നേരത്തെ ഭയങ്കര ചൂടില്ലേ? മഴയ്ക്ക് മുമ്പ് എന്താ ചൂട് അനുഭവിച്ചു? പാലക്കാടൊക്കെ ചില മരണങ്ങൾ സംഭവിച്ചു. ഞാൻ ഈ കേരളത്തിൽ നടന്ന കാര്യം പറയുന്നത്, നോർത്ത് ഇന്ത്യയിലെ കാര്യമല്ല. ഡൽഹിയിൽ സംഭവിച്ചു, അതല്ല ഞാൻ പറയുന്നത്. വിദേശത്ത് സംഭവിച്ച കാര്യമല്ല പറയുന്നത്. നമ്മുടെ ഈ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പേ നടന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിൽ അതിശക്തമായ ചൂടുണ്ടായിരുന്നു. വീട്ടിൽ കയറാൻ പറ്റണില്ല. AC ഇട്ട് കഴിഞ്ഞാൽ 2 ഫാനാ. AC ഇട്ടിട്ട് AC നിൽക്കണില്ല. 2 ഫാൻ അപ്പുറം ഇപ്പുറം വെച്ചിട്ട് ബാത്റൂമിൽ കയറുമ്പോൾ അവിടെ ചെവര് തീ പോലെ നിൽക്കുകയാണ്. നോർത്ത് ഇന്ത്യ വിളിച്ചപ്പോൾ ദേവദാസൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി തീ ഇടണ്ട, വെള്ളത്തിൽ ഇത്തിരി തേലപ്പൊടി പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ കട്ടൻ ചായട്ട് കുടിക്കാം. അത്ര ചൂട്. നമ്മൾ ഈ മഴയ്ക്ക് മുമ്പേ എന്തനുഭവിച്ചു? ചൂടെന്ന് പറഞ്ഞാൽ ചെറിയ ചൂടൊന്നുമല്ല, തീയാണ് അനുഭവിച്ചത്. വന്ന് വീഴുകയായിരുന്നു. തീ വന്ന് ഇവിടെ വീഴുന്നു, ശരീരത്തിൻ്റെ മേൽ. നമുക്ക് കുടയെടുത്താലും കുട വരെ കത്തി പോണ അനുഭവം അല്ലേ? കുടയിൽ കൂടെ ആണെങ്കിലും ചൂട് ശക്തമടിച്ചു. വെള്ളം കൊണ്ട് നടന്ന് കുടിച്ചു. ഞാൻ വെള്ളം കൊണ്ട് നടന്ന് കുടിച്ചു. പോണ വഴിക്ക് വെള്ളം സ്റ്റോക്ക് ചെയ്യും. 2 ജ്യൂസും 3 ജ്യൂസും ഷാർജ നടന്ന് കുടിച്ചു. അല്ലെങ്കിൽ എങ്ങനെ തണുപ്പിക്കാൻ പറ്റുമെന്ന് എവിടെ സൗകര്യമായിട്ട് അവിടെ നിന്നൊക്കെ കുടിച്ചു. എങ്ങനെ ശരീരം തണുപ്പിക്കണം? 2 കുളി കുളിച്ചാലും തീരാത്ത ചൂട് അല്ലേ? സകല മുകളിൽ കൂടെ ചൂട്, അടിയിൽ കൂടെ ചൂട്. ഒരു കല്ലിൻ്റെ അനുഭവമായിരുന്നു, അല്ലെ കുശവൻ്റെ കയ്യിലെ കളിമൺ പാത്രത്തിൻ്റെ അനുഭവമായിരുന്നു. അങ്ങനെയുള്ളവർ ഇതിനകത്തില്ലേ? ഇതിനകത്ത് മാത്രമല്ല, ഈ ചാനലിലൂടെ ഉള്ളവരില്ലേ? നിങ്ങൾക്ക് അടിയിലൂടെയും പ്രശ്നം, ഉയരക്കൂടെയും പ്രശ്നം. ഈ 2 പ്രശ്നമുള്ളവർ ഈ കൂട്ടരില്ലേ? ഇതിനകത്ത് വന്നിട്ടില്ലേ? ഇത് കേൾക്കുന്നവരില്ലേ? ഞാൻ പറയുകയാണ്, ഈ അനുഭവത്തിലൂടെ കടന്നുപോയവരോട് പറയുകയാണ്, നിനക്ക് താഴെ കൂടെയും പ്രശ്നം, മുകളിലൂടെയും പ്രശ്നം. ചൂട് ഉയരണമെന്നു മുകളിലൂടെ ചൂട് വന്നു, അടിയിൽ ചൂട് പിടിച്ചു. ഈ മുകളിലത്തെ ചൂട് താഴെ മണലിലൊക്കെ പിടിച്ചപ്പോൾ ചൂട് കാല് ചെരുപ്പിടാതെ ആർക്ക് നടക്കാൻ ഇല്ല. ചെരുപ്പ് ചൂട് പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ വസ്ത്രത്തിലൊരു തീ പിടിച്ചു. വസ്ത്രത്തിൽ തീ പിടിച്ചാൽ ശരീരത്തിൽ ചൂട് പിടിക്കും. ഈ ചൂട് അനുഭവിച്ചോട് പറയുകയാണ്, ഇപ്പോഴെന്താണ് അവസ്ഥ? അവർ പറയാണ്, മഴ വന്ന് നിന്നെങ്കിൽ മതിയായിരുന്നു, അയ്യോ വെളിയിറങ്ങാൻ വയ്യ. മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞ ദൈവത്തിലെ കഴിഞ്ഞ 2 ആഴ്ച, കഴിഞ്ഞ അങ്ങേ ചൊവ്വാഴ്ച 2.5 മണിക്കൂർ മഴ പെയ്തു. മുറിഞ്ഞ പാലത്തല്ല മഴ കൂടുതൽ കിട്ടിയത്. വെളനാട് മഴ ചെയ്തപ്പോൾ തോടേതാർന്ന് തിരിച്ചറിയാൻ കഴിയാതെ നിലം വരെ നിറഞ്ഞ് കവിഞ്ഞപ്പോൾ എൻ്റെ സഹോദരനോട് ചോദിച്ചു, നോഹയുടെ കാലത്ത് എത്ര ദിവസം മഴ പെയ്തു? 40 ദിവസം മഴ പെയ്തിട്ട് 2.5 മണിക്കൂർ മഴ പെയ്തപ്പോൾ സകലതും വെള്ളത്തിൻ്റെ അടിയിലായിട്ടുണ്ടെങ്കിൽ 40 ദിവസം മഴ പെയ്ത് എന്ത് അവസ്ഥയായിരിക്കും എന്ന് ബ്രദറെ ചോദിച്ചു. അതിശയിച്ചു പോയി. മഴ തുടങ്ങിയാൽ നിൽക്കത്തില്ല. മഴ തുടങ്ങിയാൽ നിൽക്കത്തില്ല. പ്രശ്നം വന്നാൽ അതിശക്തമായ പ്രശ്നം വരുമ്പോൾ തുടർന്ന് നമുക്ക് വിചാരിക്കും നമുക്ക് 4 സൈഡിലും പണി തരും. അവിടെ കൂടെയും പ്രശ്നം, ഇവിടെ കൂടെയും പ്രശ്നം. നമ്മൾ വിശ്വസിക്കുന്നവരെല്ലാവരും നമുക്ക് പണി തരും അല്ലേ? നമുക്ക് അവിടെ ഇവിടെ നമ്മൾ അങ്ങനെ വിചാരിക്കും ശത്രു ഉണ്ടെന്നാണ്. അവരല്ല. നമ്മൾ 4 സൈഡ് നമുക്കെതിരെ തോന്നിപ്പിക്കും. പ്രശ്നം അങ്ങനെയാ. അവിടെ ചൂട് ഇവിടെ ചൂട് എല്ലാം പ്രശ്നമാ. നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്നൂടെ പറയുക, എൻ്റെ ദൈവം അനുഗ്രഹം തുടങ്ങിക്കഴിഞ്ഞാൽ മഴ കാത്തിരുന്നത് കൊണ്ടാണ്. ഒരു ചൂടിന് നീ കാത്തിരുന്ന് സഹിച്ചത് കൊണ്ടാണ്. ചിലർ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് മരിച്ചു. പാലക്കാട് മരണം സംഭവിച്ചു. നമ്മുടെ കേരളത്തിൽ പലതും പൊള്ളലേറ്റു. 7 പേര് വരെ ചൂട് കൊണ്ട് മരിച്ചെന്നാണ് അമ്മയെ വാർത്ത. അതിനപ്പുറമായ വാർത്ത ഉണ്ടായിരിക്കാം അമ്മ. എന്നാൽ അതിനകത്ത് ഒരുപാട് പേർ സഹിച്ചു. ചൂടിനെ അതിസഹിച്ചത് കൊണ്ടാണ്
എന്ന് പറഞ്ഞാൽ പ്രശ്നത്തെ നീ സഹിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നത്തെ നിങ്ങൾ സഹിച്ചു നിന്നാൽ അനുഗ്രഹം വരുന്നത് പെരുമഴ പോലെയാണ്. പക്ഷെ ആർക്കും നിർത്താൻ പറ്റത്തില്ല. അനുഗ്രഹം വരുന്ന പെരുമഴ പോലെയാണ്, തോരാത്തൊരു പെരുമഴ. ഇതാ തുടങ്ങി കഴിഞ്ഞു. പലയിടത്തും വെള്ളം കയറി, പലതും വെള്ളത്തിന്റെ അടിയിലായി. അനുഗ്രഹം ദൈവം തരുന്ന പെരുമഴ പോലെയാണ്. ചൂട് അനുഭവിക്കുന്നതിന് മാത്രമേ, അനുഭവിച്ച് നിൽക്കുന്നവനെ, പ്രശ്നങ്ങൾ വരുന്നവൻ അതിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്നവന് മാത്രമേ ഈ മഴ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. പിടിച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ അനുഭവിക്കാൻ പറ്റൂ. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? പ്രശ്നത്തെ അതിജീവിക്കുന്നതിന് മാത്രമേ അനുഗ്രഹം അനുഭവിക്കാനുള്ള യോഗമുണ്ടാകുള്ളൂ. പ്രശ്നം ഉള്ളവൻ പ്രശ്നത്തെ കണ്ട് ഓടി ആത്മഹത്യ ചെയ്താൽ അവൻ്റെ ജീവിതം കട്ടപ്പുകയെന്ന് പറയാം. പക്ഷെ അല്ല, നീ സഹിച്ച് നിൽക്കുമെങ്കിൽ നിന്റെ കൂടെ ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ട്. ക്ഷമയോടെ കാത്തിരിക്കുക. അതാ കാത്തിരിക്കാൻ പറയുന്നത്. നീ ദൈവസന്നിധിയിൽ വന്ന് കാത്തിരി. യേശുവിനറിഞ്ഞ കാത്തിരി, നീ അപ്പനറിഞ്ഞ കാത്തിരി. എല്ലാത്തിനും ക്ഷമയോടെ ഇരി. അനുഗ്രഹം ക്ഷമയോടെ ഇരിക്കണം. അവർ പറയുന്നു, മറ്റൊരു പറയുന്നല്ല. നമ്മളെ സാഹചര്യം പറയും കിട്ടത്തില്ല. ഇത് ഒരിക്കലും അതാ പറയുന്നത്, സമയം തെറ്റുകയില്ല. വചനം എന്താ പറയുന്നത്? സമയം തെറ്റുകയില്ല. മറ്റുള്ളവർ പറയും സമയം തെറ്റും. നാട്ടുകാർ പറയും സമയം തെറ്റുമെന്ന്. നാട്ടുകാർ പറഞ്ഞു തുടങ്ങുന്ന വീട്ടുകാർ പറഞ്ഞു നിന്റെ സമയം തെറ്റി. ആദ്യം നാട്ടുകാർ പറയുന്ന മുമ്പേ വീട്ടുകാരെ പറഞ്ഞു സമയം തെറ്റി. അത് പറഞ്ഞ് നാട്ടുകാരും പറഞ്ഞു സമയം തെറ്റി. ലോകം പറഞ്ഞു സമയം തെറ്റിയെന്ന്. പക്ഷെ സ്വർഗത്തിലെ ദൈവം സമയം തെറ്റുകയില്ല. അത് നിശ്ചയമായിട്ട് നിന്റെ കയ്യിൽ വരും. അത് നിശ്ചയമായി വരും. നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നടക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യത്തിന്റെ മേൽ, ഞാൻ പറയാം, നടക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യത്തിന്റെ മേൽ ആത്മാവിന്റെ ഒരു ദൂത് പറയാൻ പോവുകയാണ്. അവസാന സെക്കൻഡിലോട്ട് കയറാൻ പോവുകയാണ്. പിടിച്ചെടുത്തോളം. നടക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യത്തെ ആത്മ പറയുന്നു അത് നടക്കാൻ പോവുകയാണ്. നടക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യത്തിന്റെ മേൽ ഇതാ ഈ സെക്കൻഡ്, അടുത്ത സെക്കൻഡ് സംഭവിക്കാൻ പോകുന്ന ചില കാര്യമുണ്ട്. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്ന മുമ്പേ ഒരു ദൈവ പ്രവർത്തിന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കുന്നുണ്ട്. സൂര്യൻ അസ്തമിക്കുന്ന മുമ്പേ ആത്മ പറയുന്നു നിന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട്. സമയം തെറ്റുകയില്ല, ദിവസം തെറ്റുകയില്ല, മാസം തെറ്റുകയില്ല, വർഷം തെറ്റുകയില്ല. ഇവിടെ തെറ്റും. ഡോക്ടർമാർക്ക് സമയം തെറ്റും, വൈദ്യന്മാർക്ക് ഡേറ്റ് തെറ്റും, പലതും മനുഷ്യന് തെറ്റും, നിനക്കും എനിക്കും തെറ്റും. പക്ഷെ എൻ്റെ ദൈവത്തിന് തെറ്റുകയില്ല. കാര്യം എന്താണ്? നിന്റെയും എൻ്റെ ഉടയവൻ ഉയരമുള്ളത് കൊണ്ട്, നിന്റെയും എന്റെയും ഉടയവൻ ആരാ? സ്വർഗത്തിൽ അപ്പനായതുകൊണ്ട് എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. പറ പറ പറ, വിളിച്ച് വാതുറന്ന് പറ. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ, എന്നെ വിളിച്ചത് വിശ്വസ്തനാ. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. നിങ്ങൾ മനുഷ്യന് പ്രാധാന്യം കൊടുക്കരുത്. ദൈവമക്കളെ, നിങ്ങൾ മാനുഷ്യമായി പ്രാധാന്യം കൊടുക്കരുത്. ഒരു മനുഷ്യന് പ്രാധാന്യം കൊടുക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവർ പറയും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ വിശ്വസിച്ച് സ്നേഹിക്കുന്നവർ പറയും ഇനി കിട്ടാൻ പോണില്ല. ചിലപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവർ പറയും ഇനി അത് കിട്ടത്തില്ല എന്ന് പറയും. ഞാൻ പറയും അത് കിട്ടും. അത് പറയുമ്പോൾ ആത്മാവിൽ നമ്മൾ ബ്രേക്ക് ചെയ്യണം. നമുക്ക് ചിലപ്പോൾ മുഖത്ത് നോക്കി എൻ്റെ കൂടെ നിൽക്കുന്ന പറയും അത് കിട്ടൂല. എനിക്ക് ചിലപ്പോൾ മുഖത്ത് നോക്കി പറഞ്ഞാൽ ഇവർ വിഷമിക്കും. അതുകൊണ്ട് ഞാൻ പറയും, ഞാൻ മനസ്സിൽ ശാസിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ബുദ്ധി വേണം. കൂടെ നിൽക്കുന്നവരെ കിട്ടത്തില്ല. അവർ മാനുഷ്യമായി പുറമേ നോക്കുന്നു, എൻ്റെ ദൈവം അകമേ നോക്കുന്നു. അകത്ത് വെട്ടേണ്ടത് അകത്ത് വെട്ടിക്കാനെ കയറിപ്പിക്കോളണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്റെ അനുഗ്രഹത്തെ നീ തന്നെ പിടിക്കണം. ഹല്ലേലൂയ. കൂടെ നിൽക്കുന്നവരുടെ കൂട്ടുകാർ പറയും നിനക്ക് കിട്ടത്തില്ല, അത് ഒരിക്കലും കിട്ടാൻ പോണില്ല. പക്ഷെ ദൈവം നിന്നോടാ സംസാരിച്ചത്. പരിശുദ്ധാത്മാവ് നിന്നോടാ സംസാരിച്ചത്. ഇതിവിടെ കിട്ടത്തില്ല, അനുഗ്രഹം കിട്ടത്തില്ല. വാഗ്ദത്തമുള്ളവന് എറി കൂടുതലുണ്ട്. വേറെ വാഗ്ദത്തമുണ്ടോ? വാഗ്ദത്തമുണ്ടോ? യേശുവിന് വാഗ്ദത്തമുണ്ടോ?
ഉണ്ട്, എറി കൂടുതലാ. അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അല്ലേ, എവിടെ ഇറങ്ങിയാലും അടിയാണ്, അടി കൂടുതലാ. എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അടി കൂടുതലാണ്. അപ്പം നിൽക്കുന്ന എനിക്കാ അതിനേക്കാൾ ഡബിൾ അടിയാ. വാക്തത്വം ഉണ്ടോ? സുധീഷ് പറയാം, വാക്തത്വം ഉണ്ടോ? ഉണ്ട്. അടി ഇവിടെയല്ല, അവിടെ പോയിടത്തെല്ലാം കിട്ടുന്നുണ്ട്. എല്ലായിടത്തും അടിയാ. അടി ചന്തിയിലും കിട്ടുന്നുണ്ട്, തലയിലും കിട്ടുന്നുണ്ട്. അല്ലേ, ഇരിക്കുമ്പോഴും അടി, നിൽക്കുമ്പോഴും അടി, കിടക്കുമ്പോഴും അടി, ഓടുമ്പോഴും അടി. സുധീഷ് പറഞ്ഞ ഓടിച്ചിട്ട് അടിക്കുകയാണ്. കാര്യം എന്താണെന്ന് അറിയാമോ? വാക്തത്വം വലുതായതുകൊണ്ടാ. നിനക്ക് വാക്തത്വം വലുതായതുകൊണ്ടാണ് ഓട്ടിച്ചിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വാക്തത്വം വലുതായതുകൊണ്ടാണ്. ഈ പറയുന്ന കാര്യത്തെ വേണമെങ്കിൽ ഇത് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വെച്ചോ. നന്മ അനുഭവിക്കുമ്പോൾ സന്തോഷം അനുഭവിക്കുന്നത് കേൾക്കണം. ഈ സമയവും കറക്റ്റും ഞാൻ ടൈം വരെ പറയും. കാര്യം ഇത് ദൈവം ഇടപെടുന്ന സമയമാണ്, ആത്മാവ് ഇടപെടുന്ന സമയമാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ കുറിച്ച് ഇടപെടുന്ന സമയമാണ്. ഈ സമയം നിനക്ക് ബലം പിടിച്ച സമയമാണ്. അനുഗ്രഹത്തെ നീ പിടിച്ചോളണം. പറ, മറ്റുള്ളവര് എന്തും പറഞ്ഞോട്ടെ, കുടുംബത്തിലുള്ളവർ എന്തും പറഞ്ഞോട്ടെ, നാട്ടുകാർ എന്തും പറഞ്ഞോട്ടെ, എനിക്ക് ഒരു വിഷയമില്ല. സ്വന്തം ഭാര്യ എന്ത് പറഞ്ഞാലും, എൻ്റെ വൈഫ് എന്തെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു വിഷയവും ഇല്ല. ഞാൻ എൻ്റെ വൈഫിനോട് പറയാ, നീ എന്ത് പറഞ്ഞാലും ഒരു വിഷയമില്ല. എൻ്റെ മോള് പറയാണ്, പപ്പ ഇങ്ങനെയാണ്, എന്ത് പറഞ്ഞാലും വിഷയമില്ല. കാര്യം എന്ന് പറയുമ്പോൾ നിന്നെയും ഭാര്യയും മക്കളെക്കാട്ടിലും പറയുന്നവൻ്റെ വാക്ക് വലുതാ. ഞാൻ ഭാര്യയുടെ വാക്ക് കേൾക്കുന്നവനല്ല. ഭാര്യയുടെ വാക്ക് കേട്ട് ഇവിടെ കുഴഞ്ഞു കീരയൊന്നുമല്ല. കീര എന്ത് ചെയ്യും? ഭാര്യയുടെ വാക്ക്. അയ്യോ, ചില കീരമാർ വീട്ടിലുണ്ട്. കീരകളുണ്ട് വീട്ടിനകത്ത്. ഭാര്യയുടെ വാക്ക് കേൾക്കുമ്പോൾ ഇതാ അടക്കണ്. ഇനി വെള്ളം തെളിച്ചു കൊടുക്കണം. അമ്മ വന്ന് വെള്ളം തെളിക്കുമ്പോൾ കീര നൂരും. ആ കീര ആയി പോവരുത്. ഹല്ലേലൂയാ. കാര്യം എന്താണ്? എനിക്ക് വീട്ടുകാർ പറയുന്നതിനെക്കാട്ടും നാട്ടുകാർ പറയുന്നതും അതിനെക്കാട്ടും പറയുന്നതിൻ്റെ വാമേ മഹത്വം വലുതായത് കൊണ്ടാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നത്. പറയാണ്, എൻ്റെ അപ്പൻ വലിയവനായതുകൊണ്ടാണ്. സകലത്തെയും ചെയ്തു തരുവാൻ കഴിവുള്ള ഒരു ദൈവം മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവരെ കേൾക്കുന്നല്ല, അവരെ മോശമായിട്ട് കാണുന്നല്ല പറയുന്നത്. പ്രാധാന്യം, ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആർക്കെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനാണ്. കാര്യം തരുമോ? ഒരു വാക്ക് മതി, കൽപ്പിച്ചാൽ മതി സകലത്തെ ഉണ്ടാകാൻ. ആകാശത്തെയും കരയെയും ഉണ്ടാകുവാൻ, ഈ ഭൂമിയെ ഉണ്ടാകുക ഒരു വാക്ക് കൊണ്ട് ഉണ്ടാക്കിയവൻ്റെ മുമ്പിലാ ഞാനും നീയും. അങ്ങനെയാണ് നിങ്ങളെ പ്രശ്നം മാറൂലേ? ഈ ഭൂമി ആകാശം ഉണ്ടാക്കിയ ദൈവത്തിന് മുമ്പിൽ ഞാനും നീയും ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ നിന്റെ പ്രശ്നത്തെ മാറ്റുവാൻ എൻ്റെ ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ആ പ്രശ്നത്തെ രണ്ടായി മാറിപ്പോകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കിട്ടത്തില്ല എന്ന് പലതും പറഞ്ഞ് മടക്കി വെച്ച പുസ്തകം പോലെ, അനുഗ്രഹം കിട്ടത്തില്ല എന്ന് പറഞ്ഞ് മടക്കി വെച്ച ബൈബിൾ പോലെ ഇന്ന് അതിനെ ദൈവം തുറക്കാൻ പോവുകയാണ്. ഇന്ന് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞത്, കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഒരു നോട്ട് ബുക്ക് പോലെ മടക്കി വെച്ച വിഷയത്തിന്റെ മേൽ ആത്മ 6 മാസം, ഈ 6 മാസം നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗം തുറക്കാൻ പോകുന്നുണ്ട്. ഒരു പുസ്തകം തുറക്കുന്ന പോലെ, ഒരു നോട്ട് ബുക്ക് തുറക്കുന്നത് പോലെ നിന്റെ അനുഗ്രഹത്തെ ദൈവം ഓപ്പൺ ചെയ്യാൻ പോകുന്നതിനാൽ സ്തോത്രം ചെയ്യാണ്. കരം അടിച്ചു ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. ദർശനത്തിന് അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം. താമസിക്കത്തില്ല. അനുഗ്രഹം താമസിക്കത്തില്ല. നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം. ദൈവത്തിൻ്റെ സമയത്തിലേക്ക് നമ്മൾ കയറണം. ആമേൻ. നമ്മുടെ സമയത്തിലേക്ക് ദൈവം കയറത്തില്ല. ദൈവത്തിൻ്റെ സമയത്തിൽ നമ്മൾ കയറിയാൽ അനുഗ്രഹത്തിലേക്ക് കയറി പോകാം. നമ്മുടെ സമയത്തിലല്ല ദൈവം വരേണ്ടത്. ആമേൻ. ലാസർ മരിച്ചു. സമയത്തിന് യേശു വന്നോ? രോഗിയായി ഇവിടെ കിടന്ന സമയത്ത് യേശുവിനെ അറിയിച്ചു, നിന്റെ പ്രിയ സ്നേഹിതൻ രോഗിയായിട്ട് കിടക്കുന്നുണ്ട്. പലരും പറഞ്ഞു കണ്ണിച്ചോരയില്ലാത്ത യേശു. പലരും പറഞ്ഞു, ഓ സ്നേഹിതൻ ആവശ്യത്തിന് ഉതകാത്തവൻ എന്തെന്ന് പറയും? ആ സമയത്ത് വന്നില്ലെങ്കിൽ പറയും, കണ്ണിച്ചോരയില്ല, മനസാക്ഷിയില്ല. മരിച്ചപ്പോൾ അത്
മരണസമയത്ത് വന്നില്ല ആശ്വസിപ്പിക്കുക. 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് കയറി പറഞ്ഞത്. പലരും അറിയിച്ചവർ പറഞ്ഞു, ഞാൻ മിണ്ടൂല, ഇനി എനിക്ക് പണക്കാ യേശുവിനോട്, എനിക്ക് പണക്കാണ്. കാര്യം ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ വന്നില്ല. ഞാൻ അവരോട് പറയാ, നിന്റെ സമയത്തിന് യേശു വരുന്നതല്ല. യേശു വരും, അതൊക്കെ ഓരോ സമയത്തിന് വരും. ഇപ്പം കൂടെ പോകുമ്പോഴൊക്കെ വരും. പക്ഷെ ചില കാര്യങ്ങൾ, എല്ലാ കാര്യമല്ല, ചില കാര്യങ്ങൾ ബൈബിൾ പഠിക്കുമ്പോൾ എല്ലാ കാര്യമല്ല, ചില കാര്യങ്ങൾ വെയിറ്റിംഗ് ആണ്. കാര്യം എന്ന് പറയുമ്പോൾ അകത്ത് 4 ദിവസം കഴിഞ്ഞാൽ മാത്രമേ പുറത്തു വരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരിക്കലും കിട്ടത്തില്ല എന്ന് പറഞ്ഞ വിഷയത്തിൻ്റെ മേൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുവാൻ കഴിവുള്ളൊരു ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ തേജസ് ദൈവത്തെ കാണുവാൻ വേണ്ടിയാ 4 ദിവസം വെയിറ്റിംഗ് ആണെങ്കിൽ, 4 മാസം കൊണ്ട് വെയിറ്റിംഗ് ആണ്. വേറെ ലാസ്റ്റ് 4 ദിവസം, 4 മാസം അല്ലേ? 4 മാസോ 6 മാസോ 5 മാസമായി. 4 കഴിഞ്ഞ് 5 മാസം, 4 മാസം കഴിഞ്ഞതിനൊക്കെ ദൈവം വരാൻ പോകുന്നുണ്ട്. ചില മാസങ്ങൾ കഴിഞ്ഞു പോയ വിഷയത്തിൻ്റെ മേൽ, മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞ് നീ മറന്നുപോയ വിഷയത്തിൻ്റെ മേൽ ഇത് കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവം നിന്റെ മേൽ ഇറങ്ങി വരുന്നുണ്ട്. ഒരു പെരുമഴയായിട്ട് ഇത് വരുന്നുണ്ട്. സമയം തെറ്റുകയില്ല. നിങ്ങൾ മനുഷ്യർ പറയുന്ന വാക്കിൽ നിങ്ങൾ വിശ്വസിച്ച് ഇനി കിട്ടത്തില്ല എന്ന് പറഞ്ഞ വണ്ടിയാർ തിരിച്ചു പോകരുത്. കിട്ടത്തില്ല എന്ന് പറഞ്ഞ നിരാശയോടെ വീട്ടിൽ ചെന്നിരിക്കരുത്. ഇനി പ്രാർത്ഥിക്കാൻ വേണ്ട, കിട്ടത്തില്ലല്ല, ഇനി എന്തിനാ പ്രാർത്ഥിക്കണം, എന്തിനാ ഉപവസിക്കണം, ഇനി രാത്രി എന്തിനാ കഴിക്കണം എന്നും പറഞ്ഞിരിക്കരുത്. കിട്ടൂല എന്ന് പറയുമ്പോൾ പ്രാർത്ഥന തുടങ്ങിക്കോളാം. കാര്യം എന്താണെന്ന് പറയുമോ, ദൈവത്തിന് സമയം, അവിടെ ഒരു അനുഗ്രഹം ഉണ്ട്. നമുക്ക് നടക്കത്തില്ല എന്ന് പറയുമ്പോൾ നടക്കാൻ പോകുന്നുണ്ട്. കാര്യം എന്താ, ഹിസ്കിയാവ് രാജ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. കർത്താവ് പറയും മരിച്ചു പോകും. ചെന്ന് ഉടനെ മരിച്ചു പോകുമ്പോൾ വിഷം എടുത്ത് അടിച്ച, എന്തായാലും മരിക്കാൻ പോണ്. മരിക്കുമ്പോൾ ഞാനൊരു വിഷം എടുത്ത് അടിക്കാൻ പോയില്ല. പറഞ്ഞ ദൈവത്തിന് തിരിച്ചു പിടിക്കാൻ പറ്റും. പറഞ്ഞ ചില വ്യക്തികളെ കൊണ്ട്, വായകൾ കൊണ്ട്, പറഞ്ഞ വായകളെ കൊണ്ട്, പറഞ്ഞവർ നിന്നെ ചുറ്റും നിൽക്കുന്ന നിന്റെ സമൂഹത്തെ കൊണ്ട് നീ മോശമെന്ന് പറഞ്ഞിട്ട് നല്ലതാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട്. ആമേ, ദൈവത്തിന് പദ്ധതിയുണ്ട്. അനുഗ്രഹം വെയിറ്റിംഗ് ആണ്. അനുഗ്രഹം വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ദൈവ പൈതലെ, നിന്റെ അനുഗ്രഹം വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അത് സമാപ്തിയിലേക്ക് വരുന്നുണ്ട്. അത് പ്രതീക്ഷയോടെ വെയിറ്റിംഗ് ലിസ്റ്റിലോ നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുന്നുണ്ട്. ബന്ധപ്പെടുന്നുണ്ട്. താമസിക്കില്ല. മനസ്സൊരിക്കലും ഉലഞ്ഞു പോകരുത്. മനസ്സിനെ പറഞ്ഞ് ശരീരം, മനസ്സിനെ പറഞ്ഞ് ഉറപ്പിക്കണം. അവിടെ ഇരിക്കുമ്പോൾ കേൾക്കുന്നവർ മാത്രമല്ല, ഈ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുള്ള ദൈവമക്കളെ, നിങ്ങളുടെ മനസ്സിനെ, ശരീരം, മനസ്സിനെ പറഞ്ഞ് നിർത്തണം. മനസ്സല്ലെങ്കിൽ ശരീരത്തെ പറഞ്ഞ് നിർത്തണം. അല്ലെങ്കിൽ മനസ്സ് പറയണം, നീ അടങ്ങി ഈ ശരീരം നിന്നോളണം. ആവശ്യമില്ലാത്ത ഓടരുത്, ആവശ്യമില്ലാത്ത കയ്യിലെടുക്കരുത്. കാര്യം എന്താണ്? മനസ്സിനെ ശരീരം നിയന്ത്രിക്കണം. മനസ്സ് ശരീരം നിയന്ത്രിച്ചില്ല എങ്കിൽ ഈ ശരീരം എവിടെയെങ്കിലും പോകും, എവിടെയെങ്കിലും കെണിയിലാകും. അതുകൊണ്ട് വാക്തത്വത്തിൻ്റെ മേൽ പ്രാപിക്കത്തക്കവണ്ണം നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനായത് കൊണ്ടും, വിളിച്ചവൻ വലിയവനായത് കൊണ്ടും, വാക്ക് പറഞ്ഞവൻ വലിയവനായത് കൊണ്ടും നിനക്ക് വിശ്വസിക്കാം. ദൈവം നിന്റെ മേൽ അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരത്ഭുതം ചെയ്യുമെന്ന്, അതിന് മാറ്റം വരത്തില്ല എന്ന് ഞാൻ ഇന്ന് ഹാലിൽ ആത്മാവിൽ വിളിച്ചു പറയുന്നു. ദൈവം നിങ്ങളെ സകലവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു അനുഗ്രഹത്തിനോട് വെയിറ്റ് ചെയ്യണം. ഒരു ചൂടുണ്ടെങ്കിൽ ഒരു മഴയുമുണ്ട്. ഒരു കഷ്ടതയുണ്ടെങ്കിൽ ഒരു വിടുതലുണ്ട്. ഒരു താഴ്ചയുണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ട്. ഒരു വേദനയുണ്ടെങ്കിൽ ഒരു വിടുതലുമുണ്ട്. ഒരു ജനനമുണ്ടെങ്കിൽ ഒരു മരണവുമുണ്ട്. ഹല്ലേലൂയ. ദൈവ സകലത്തിൽ മേൽ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാതത്തിലെ ശുശ്രൂഷകൾ ദൈവം അനുഗ്രഹിപ്പാൻ വന്നതിനായി സ്തോത്രം ചെയ്യുന്നു.
കർത്താവെ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സകലവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിലൂടെയും മീഡിയയിലൂടെയും മന്നറ്റിയിലൂടെയും യൂട്യൂബിലേക്കുള്ള എല്ലാ സകലവരെയും ഇവിടെ ആരും സകലവരെയും അനുഗ്രഹിക്കണം. ഇന്ന് വേദനയുടെ നടുവിലായിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് വേദനയുടെ പല വ്യത്യസ്തമായിരിക്കുന്നുണ്ടെങ്കിൽ, ചില പ്രതീക്ഷകൾ ദൈവം തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ, തൻ്റെ മക്കളെക്കുറിച്ചുള്ള പദ്ധതി എന്താണോ, ദൈവം ഇവരെക്കുറിച്ച് എന്താണോ പദ്ധതി കണ്ടിരിക്കുന്നത്, ആ പദ്ധതിക്കകത്ത് വലിയ വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഈ വചനം കേൾക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാതെ വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കും. ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു അനുവദിക്കല്ലേ. അപ്പോൾ അടുത്ത് കേൾക്കണം, ചില സാക്ഷ്യങ്ങൾ പറയണം. അത്ഭുതങ്ങൾ സംഭവിച്ചു, തകർന്നു പോയവർ, ഉടഞ്ഞു പോയവർ, നശിച്ചു പോയവർ അടുത്ത ലെവലിലേക്ക് റേഞ്ച് മാറി കയറത്തക്കവണ്ണം ഒരു ദൈവ പ്രവൃത്തി അവരുടെ കുടുംബത്തിനകത്ത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് മുന്നോട്ട് പോകുവാൻ ഈ വചനങ്ങളാൽ ദൈവ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാണമേ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.